بسم الله والصلاة والسلام على رسول الله محمد صلى الله عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. سورة أحزاب 40 آية. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا. هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما. تحيتهم يوم يلقونه سلام وأعد لهم أجرا كريما. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. وبشر المؤمنين بأن لهم من الله فضلا كبيرا. ولا تطع الكافرين والمنافقين ودع أذاهم وتوكل على الله وكفى بالله وكيلا. ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما. ما كان محمد നബി അല്ല അബാ അഹദിൻ മിൻ റിജാലിക്കും നിങ്ങളിൽ നിന്നുള്ള പുരുഷന്മാരുടെ ഒരാളുടെയും പിതാവ് അല്ല. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും നിങ്ങളിൽ നിന്നുള്ള പുരുഷന്മാരുടെ ആരുടെയും പിതാവല്ല, വാപ്പല്ല. ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാകിർ റസൂലല്ലാഹ്, പിന്നെ അള്ളാഹുവിന്റെ റസൂലാണ്. വഖാതമൻ നബിയീൻ, അന്ത്യപ്രവാചകനുമാണ്. വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ, അള്ളാഹു എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുള്ളവനാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുപുത്രന്റെ ഭാര്യനെ വിവാഹം കഴിച്ചു. അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഫലമ്മാ ഖളാ സൈദും മിൻഹാ വതറ എന്ന് പറഞ്ഞ ആയത്തില് അതിന്റെ ഭാഗമായിട്ട് തന്നെ അല്ലാഹു തആല ഇവിടെ ഇത് തന്നെ പറയുന്നത്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ ആരുടെയും എന്തല്ല, പുരുഷന്മാരുടെ വാപ്പല്ല. പിന്നെങ്ങനെയാണ് നബി തങ്ങൾ സഹാസങ്ങൾക്ക് എന്തുണ്ടാവുക? ആരൊരാളെ വാപ്പാവുമ്പോഴാണല്ലോ മോനാവുക. റിജാലിക്കും എന്നാ പറഞ്ഞ്, നിങ്ങളുടെ പുരുഷന്മാരിൽ നിന്നല്ലേ. നബി തങ്ങൾ സഹാസല്ലം തങ്ങൾക്ക് 4 ആൺകുട്ടികളുണ്ടായിരുന്നു. ഖാസിം, തയ്യിബ്, താഹിർ, ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട്. ഈ കുട്ടികള് ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് ഈ കുട്ടികളൊന്നും എന്തില്ല, ആദ്യമുള്ളവരും മരിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മക്കള് മരിച്ചു പോയിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ. പിന്നെ മാരിയത്തുൽ ഖിബ്തിയയിലാണ് എന്തുണ്ടായത്, ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായത്. ആ കുട്ടി അപ്പം എന്തായിട്ടില്ല,
ഈ ഇതിറങ്ങുമ്പം ജനിച്ചിട്ടില്ല. അപ്പം പിന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളിൽ നിന്നുള്ള ഒരു പുരുഷന്റെ എന്തല്ല വാപ്പല്ല. അത് അല്ലാഹു തആല അങ്ങനെ തന്നെ പറയുന്നത് എന്തിനാണ് പറഞ്ഞാൽ ആ സംസ്കാരത്തെ എന്ത് ചെയ്യാനാണ്, തുടച്ചു നീക്കാനാണ്. അല്ലാഹു തആല ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന് പിന്നെ എന്ത് ചെയ്യരുത്, അതിന് പിന്നെ പോറ്റുമക്കൾ യഥാർത്ഥ മക്കളല്ല എന്നാണ് ആര് പറയുന്നത്, അല്ലാഹു തആല പറയുന്നത്. അപ്പൊ അത് മനുഷ്യർക്ക് പെട്ടെന്ന് എന്താവില്ല, മനസ്സിലായില്ല. ചെറിയൊരു കുട്ടീനെ ഏറ്റെടുത്തു, അങ്ങനെ ആ കുട്ടീനെ വളർത്തി കഴിഞ്ഞാൽ പിന്നെ എന്താവും, സ്വന്തം കുട്ടീനെ പോലെ എന്ത് ചെയ്യാണ്. ഇന്നും ഇപ്പൊ നാട്ടിൽ സാധാരണ നടക്കലുണ്ട്, അങ്ങനെ ഇന്നും നടക്കലുണ്ട്. പോറ്റുകുട്ടീനെ എടുത്തിട്ട് അവിടുന്ന് ഇവിടുന്ന് കുട്ടികളെ എടുത്തിട്ട് സ്വന്തം കുട്ടികളാണെന്ന് വിചാരിക്കണ ആൾക്കാർ കുട്ടിക്ക് വരും അറിയില്ല. അതുകൊണ്ട് ആ ഒരു ബന്ധം യഥാർത്ഥ മക്കളുമായിട്ടുള്ള ബന്ധമല്ല എന്ന് വ്യക്തമായിട്ട് തീർത്ത് പറയാൻ ആര്, അല്ലാഹു തആല. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും, നിങ്ങളിൽ നിന്നുള്ള പുരുഷന്മാരുടെ ഒരാളുടെയും വാപ്പല്ല ആര്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ഖുർആൻ ഷരീഫിൽ 4 സ്ഥലത്താണ് നബിതങ്ങൾ സഹാസങ്ങളെ പേരെന്ത് ചെയ്തത് പറഞ്ഞത്. ഒരു സ്ഥലം ഇതാണ്. ഈ സ്ഥലത്ത് അങ്ങനെ തന്നെ പറയണം. എങ്ങനെ? അപ്പോഴല്ലേ എന്തുണ്ടാവുള്ളൂ, അതിനാ സംഗതി അതിന്റെ ഗൗരവം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും എന്ന് അങ്ങനെ പറഞ്ഞത്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബീന്ന് റസൂൽന്ന് അങ്ങനൊക്കെ പേരാണ് വിളിച്ചത്. ഇവിടെ അങ്ങനെ തന്നെ പറയണം. മാ കാന മുഹമ്മദുൻ, മുഹമ്മദ് അല്ല, അബാ അഹദിൻ മിൻ റിജാലിക്കും, നിങ്ങളിൽ നിന്നുള്ള പുരുഷന്മാരുടെ ഒരാളുടെയും വാപ്പല്ല. വലാകിൻ റസൂൽ അല്ലാഹ്, അത് വിചാരിച്ചിട്ട് നബി തങ്ങൾ സഹാസൻ തങ്ങൾക്ക് വേറെ ബന്ധമൊന്നുമില്ല എന്നൊന്നുമില്ല. വലാകിൻ റസൂൽ അല്ലാഹ്, അള്ളാന്റെ എന്താണ്, റസൂലാണ്. ഈ വലാകിൻ എന്നുള്ള അത് അറബിയിൽ ഒരു ഇതിന്റെ ഇടയിൽ വരികയാണെങ്കിൽ എന്തോ സംശയത്തിനുള്ള മറുപടി പറയലാണ് എന്നുകൂടി ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ എന്ത് ബന്ധമുള്ളത് എന്നുള്ള ചോദ്യം ഉണ്ടാവുമല്ലോ. ആളാര് വാപ്പല്ല. സത്യത്തിൽ എല്ലാ മോമിനീങ്ങളെയും വാപ്പന്റെ സ്ഥാനത്തുള്ള ആളാണ് ആര്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ അവ അള്ളാന്റെ റസൂലാണ്. വലാകിൻ റസൂൽ അല്ലാഹ്. പിന്നെ വഖാതമൻ നബിയീൻ, അന്ത്യ പ്രവാചകനുമാണ്. ഖാതമൻ നബിയീൻ വലാകിൻ റസൂൽ അല്ലാഹ് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു വഖാതമൻ നബിയീൻ എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? റസൂൽ എന്ന് പറഞ്ഞത്, റസൂലും നബിയും തമ്മിൽ വ്യത്യാസമുണ്ട്. റസൂൽ എന്ന് പറഞ്ഞാൽ ആർക്കാണ്, സ്വന്തമായി ശരീഅത്തുള്ള, അതായത് കിതാബും ശരീഅത്തൊക്കെ ഉള്ള ആൾക്കാണ് എന്ത് പറയാ, റസൂൽ എന്ന് പറയാ. നബി എന്ന് പറഞ്ഞാലോ, നബി എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞ കിതാബിന്റെയും ശരീഅത്തിന്റെയും എന്ത് ചെയ്യാനുള്ളതാണ്, ദാവത്ത് ചെയ്യാനുള്ള ആളാണ്. എന്നുവെച്ചാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ്, റസൂലാണ്. കാരണം മൂസാ നബിക്ക് എന്തുണ്ട്, കിതാബുണ്ട്, തൗറാത്തുണ്ട്. ഹാറൂൻ നബിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാ നബിയും റസൂലല്ല, എല്ലാ നബി എന്തല്ല, റസൂലല്ല. പക്ഷെ എല്ലാ റസൂലും എന്താണ്, നബിയാണ്. മനസ്സിലായില്ലേ? എല്ലാ റസൂലും എന്താണ്, നബിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത് വലാകിൻ റസൂൽ അല്ലാഹ്, അള്ളാന്റെ റസൂലാണ്. വഖാതമൻ നബിയീൻ, നബിമാർക്ക് അവസാനമുള്ള ആളുമാണ്. മനസ്സിലായില്ലേ? ഖാതമൻ റസൂൽ എന്ന് പറയാൻ പറ്റൂല. അപ്പൊ പിന്നെ എന്ത് വരും, നബിമാർക്ക് വരാൻ എന്തുണ്ട്, ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല അങ്ങനെ തന്നെ പറഞ്ഞു. എന്ത്, ഇവിടെ ഖാതമൻ നബീൻ എന്ന് ഓതലുണ്ട്, ഖാതിമിൻ നബീൻ എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്, ഓതലുണ്ട്. ഖതമ എന്ന് പറഞ്ഞാൽ അവസാനിച്ചു. നമ്മളിപ്പോ ഖത്മുൽ ഖുർആൻ എന്നൊക്കെ പറയില്ലേ, അവസാനിച്ചു. ഖതമ
പിന്നെ ഖത്മിന് എന്തർത്ഥണ്ട്? സീൽ എന്നർത്ഥണ്ട്. എന്തർത്ഥണ്ട്? സീൽ. മോതിരന്നു എന്തുണ്ട്? അർത്ഥണ്ട്. മോതിരത്തിന് എന്താ പറയല്? ഖാത്തിം. മോതിരത്തിന് ആ പേര് വരാൻ കാരണം എന്താണ്? പഴയ കാലത്ത് സീൽ ഉപയോഗിച്ചിരുന്നത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ സീൽ ഉപയോഗിച്ച് എന്തുമല്ലിരുന്ന്? മോതിരന്ന്. അതുകൊണ്ട് ആ ഉപയോഗിച്ച സാധനത്തിന്റെ പേര് മോതിരത്തിന് അങ്ങനെ പേര് വന്നതാണ്. സീൽ, മുദ്രണം ചെയ്യുക അല്ലെ? ഖിതാമുഹു മിസ്ക്. എവിടെ എന്തിനു പറഞ്ഞാണ്? സ്വർഗത്തിലെ മദ്യത്തിന്റെ ഖിതാം, അതിന്റെ എന്ത് സീൽ എന്താണ്? മിസ്ക്, കസ്തൂരിയാണ്. അപ്പൊ ഖാത്തം ഒന്ന് അവസാനം, മറ്റൊന്ന് എന്താണ്? സീൽ. ഇത് രണ്ടായാലും ഒരേ അർത്ഥം തന്നെയാണ്. ഇപ്പൊ നമ്മൾ പറയും ആ വീട് സീൽ വെച്ചു. ആര്? ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന് സീൽ വെച്ചു പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇനി അത് പൊട്ടിച്ച് അതിന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? കിടക്കാൻ പറ്റില്ല, തീർന്ന്. അങ്ങനല്ലേ അതിന്റെ അർത്ഥം? നമ്മള് ഇലക്ഷന്റെ ആ മറ്റേ പെട്ടിയൊക്കെ പോയ കാലത്ത് എന്ത് ചെയ്യലുണ്ട്? സീൽ വെക്കലുണ്ട്. സീൽ വെക്കുക. അപ്പൊ നബിമാർക്ക് എന്ത് ചെയ്തു? സീൽ വെച്ചു. ഇനി എന്ത് ചെയ്യാൻ പറ്റൂല? കൂട്ടാൻ പറ്റൂല, അത് തീർന്ന്. അതാണ് വലാക്കിൻ വഖാതമൻ നബിയീൻ എന്ന് പറഞ്ഞത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യപ്രവാചകനാണ്, അവസാനത്തെ നബിയാണ്. മനസ്സിലായില്ലേ? ഇനി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യാൻ പറ്റൂല? നബി വരാൻ പറ്റില്ല. പക്ഷെ നബി എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഉമ്മത്ത് മൊത്തം പറഞ്ഞത് എന്ത്? ഒരു ഇസ്ലാമെന്ന് പുറത്താണെന്ന്. അഹമ്മദിയാക്കള്, ഖാദിയാനികള് അവര് ഉമ്മത്തിന്ന് പുറത്താന്ന് ഐക്യകണ്ഠേന ഒരാൾക്കും സംശയമില്ലാത്ത കോലത്ത് പറയാൻ കാരണം എന്താണ്? ഈ അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് എന്താ? ശാഖാപരമായ കാര്യത്തിലെ അഭിപ്രായ ഭിന്നതകളെ എന്ത് ചെയ്യാം? എന്തെങ്കിലുമൊക്കെ പരിഗണിക്കാം. പക്ഷേ അടിസ്ഥാനപരമായ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പിന്നെന്താക്കാൻ പറ്റൂല? ഉള്ളു കൊണ്ടിറക്കാൻ പറ്റൂല. ഖാദിയാനി അവര് പറഞ്ഞത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്താണ്? ശേഷം വന്ന നബിയാണ്. അവസാനത്തെ പിന്നെ നബിക്ക് ശേഷം ആ നബി തങ്ങളുടെ ദീന് കൊണ്ടെടുക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? ശ്രേഷ്ഠമായത് എന്നാണ് ഈ ആയത്തിന് ഒരർത്ഥം വെക്കല്. ഖാത്തമൻ നബി എന്ന് പറഞ്ഞാല് ഭയങ്കര ശ്രേഷ്ഠമായ നബിയാണ്. അത് കറക്റ്റ് തന്നെയാണ്. പിന്നെ അതിനേക്കാളും ശ്രേഷ്ഠത കുറഞ്ഞ നബിയാണ് ആര്? മനസ്സിലായില്ലേ? അതുകൊണ്ട് ഉമ്മത്തില് ആ ഒരു സാധനം ഉണ്ട്. അതൊരു വലിയ ഫിത്നയാണ്. നമുക്ക് അത്ര അറിയില്ല. പക്ഷെ അത് ഭയങ്കര പടർന്ന് പന്തലിച്ചു പോകുന്നുണ്ട്. ശരിക്കും അതിന്റെ ഉത്ഭവം ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാര് ഇസ്ലാമിന്റെ ആ അഖണ്ഡത, ഐക്യം അത് തകർക്കാൻ വേണ്ടിയിട്ട് എന്നും എന്ത് ചെയ്യും? പണിയെടുത്തുകൊണ്ടിരിക്കും. ഒരു പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെയാണ്. ഏത്? ഭിന്നതകൾ ഉണ്ടാക്കിയിട്ടാണ് എന്ത് ചെയ്യുക? ഭരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മളെ നാട്ടിലും കണ്ടില്ല നിങ്ങൾ? ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് വെറുതെ എന്തെങ്കിലും ഭിന്നത ഉണ്ടാക്കുക. ഭിന്നത ഉണ്ടാക്കുമ്പോൾ ചിതറും എന്താവും? അതിന് മുതലെടുക്കാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇതാക്കുക. അതിന്റെ ഭാഗമായിട്ട് അവരുടെ പണം, അവരുടെ സമ്പത്തൊക്കെ ചെലവാക്കിയിട്ട് അവര് മെയ്ഡ് ചെയ്ത് കൊണ്ടുവന്ന സാധനമാണ് എന്ത്? ഖാദിയാനികള്. അവര് ഇസ്ലാമിന്റെ അയൽക്കാട് ഇട്ടുകൊടുത്ത് അതുകൊണ്ട് തശ്വീഷ് ഉണ്ടാക്കാൻ തുടങ്ങി. മനസ്സിലായില്ലേ? ഓരോ പള്ളിയും ഓല ബാങ്കും ഓല ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലത്തും ഉണ്ടാവില്ല. ആൾക്കാരെ അറിയാതെ കീറൊക്കെ ചെയ്യും. അത് ഉമ്മത്തിലെ വലിയ നാശാണ്. അത് നാശമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അറിവില്ലാത്ത ആൾക്കാർ എന്താക്കി പറഞ്ഞാല് അതിങ്ങനെ കേറ്റിട്ടുകൊണ്ട് എന്താ സംഭവിക്കാറിഞ്ഞാല് ഇപ്പം ഇവിടെ ഞങ്ങളാണ് യഥാർത്ഥ ദീനിന്റെ ആൾക്കാരെന്ന് പറയുന്ന ആൾക്കാർ വേറുള്ള എല്ലാ സംഘടനകളെയും എണ്ണും. അതിന്റെ കൂട്ടത്തിൽ ഇതിനെ എണ്ണും. മനസ്സിലായോ?
മനസ്സിലായില്ലേ? അതിന്റെ കൂട്ടത്തേക്ക് ഇതിനും കൂടി എണ്ണി കൊടുക്കും. അപ്പൊ ഇതും അതുമൊക്കെ പിന്നെന്താവും? ഒരിക്കലും അങ്ങനല്ല. മത്തി, അയില, പിന്നെ മാന്തള്, ഏട്ട എന്നൊക്കെ പറഞ്ഞ എന്താണ്? അതിന്റെ കൂടെ നീർക്കോലിയും കൂടി എണ്ണിയാലോ? മനസ്സിലായില്ലേ? അതിന്റെ കൂടെ നീർക്കോലിയും കൂടി എണ്ണിയാല് അയിലന്റെ ഒക്കെ മക്കാമിലെത്തി എന്ത് വഴി? നീർക്കോലി. അപ്പൊ അത് വേറെയാണ്. ബാക്കിയുള്ളൊക്കെ ശാഖാപരമായി ഓരോ സംഗതികളിലുള്ള എന്താണ് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ നിങ്ങൾ പറയാത്ത, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യില്ല. നമ്മളെ മനസ്സ് ദുഷിച്ചത് അവിടുന്നാണ്. ഈ കാര്യങ്ങളെ വ്യക്തമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. നാളെ മശ്ശറയിലെത്തുമ്പം കൈ കടിച്ചിട്ട് എത്തും. യൗമ യഅദ്ദുൽ അലാ യദൈഹി, അക്രമി അവന്റെ രണ്ട് കൈകളും കടിക്കും എന്ന് ഖുർആൻ പറയാൻ. വിരല് കടിക്കുന്നല്ല പറഞ്ഞത്, പിന്നെന്താണ്? യദൈഹി, അവന്റെ രണ്ട് കൈകൾ കടിക്കും. അത് എവിടുന്നാ സംഭവിക്കാറിഞ്ഞാൽ ഇവിടുന്നാണ് അത് സംഭവിക്കുന്നത്. ഉമ്മത്തിന് ഹൃദയവിശാലത വളരെ ആവശ്യമാണ്. സഹാബാക്കളുടെ ഇടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. നല്ലപോലെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. നമ്മളൊരിക്കൽ നമ്മളെന്തോ സംഭവമാണെന്ന് ഇല്ല, നാളെ മശറിലെത്തിയ പെരും കൊടുക്കും. സഹാബാക്കളുടെ ഇടയിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. വ്യക്തമായി എതിരായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടും സഹാബാക്കൾ അതിനെ ഒരു അഭിപ്രായമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളൂ? അതിന്റെ പേരിൽ വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല, ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. എല്ലാവരും ചേർത്ത് പിടിക്കാനാണ് എന്ത് ചെയ്തത്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഈ അധ്യാപനത്തിൽ നമ്മൾ മാറി. അതൊക്കെ പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗമാണ്. ഉദാഹരണത്തിന് പറഞ്ഞ നബി തങ്ങൾ സഹാസങ്ങൾ ഒരു തോട്ടത്തിൽ ഇരിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൂട്ടത്തിലുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഭയങ്കര എന്തായി? നമ്മക്കിത് ഇപ്പം വലിയ സംഭവമായി തോന്നാത്ത, നമ്മളിത് കുറെ പ്രാവശ്യം കേട്ടിട്ടാണ്. അബൂ ഹുറൈറ തന്നെ ആദ്യമായിട്ട് കേൾക്കാണ്. അപ്പൊ ഭയങ്കര സംഭവം. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇത്ര വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ ഇത് ആളുകളോട് പറയട്ടെ എന്ന് ചോദിച്ചു. കാരണം എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എവിടെ എത്തട്ടെ? സ്വർഗത്തില്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു. അപ്പൊ അബൂ ഹുറൈറ തന്നെ അറിയാ ഇത് പോയിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് എന്താവൂല, ആളുകൾ അങ്ങനെ വിശ്വസിക്കാൻ സാധ്യതയില്ല. കാരണം ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോഴത്തേനും എന്ത് ചെയ്യാ? സ്വർഗത്തിൽ പ്രവേശിക്കാന്ന് പറഞ്ഞ കാര്യം അങ്ങനെ ഉണ്ടാവോ? എന്നുവെച്ചാൽ അങ്ങനെ ആൾക്കാർ ചിന്തിക്കൂലേ? അതിന് ഞാൻ പറഞ്ഞതാണെന്ന് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നബിതങ്ങൾ ശാസ്ത്രങ്ങളോട് തെളിവായിട്ട് എനിക്ക് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു. അപ്പൊ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചെരുപ്പ് കൊടുത്തു. എന്തായിട്ട്? സാക്ഷി, തെളിവായിട്ട്. ആ ചെരുപ്പ് കൊണ്ടുവന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അത് പറഞ്ഞ് ആ തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങി ഫസ്റ്റ് കാണുന്ന ആളാരാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ് കാണുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടു കൂടി പറഞ്ഞു, ആര്? അബൂ ഹുറൈറ. നല്ല ആളെയാണ് എപ്പം കിട്ടിയത്? ഫസ്റ്റ് കിട്ടിയത്. ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? തള്ളി അടിച്ചു, പോകാൻ പറഞ്ഞു. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ നാട്ടിലാണെങ്കിൽ പ്രശ്നം ഉണ്ടാവാൻ ഇത് മതി. പോരെ പോരെ? നിങ്ങൾ പറയും. കാരണം ഇത് പറഞ്ഞാച്ചാളാരാ? ഈ നബിനേക്കാളും വലിയ, അങ്ങനല്ലോ ചോദിക്കുക, ഈ നബിനേക്കാളും വലിയ ആളായോ? ഇജാരാണ്? ഈ ചെരുപ്പിച്ച് കണ്ടില്ലേ എന്നൊക്കെ. അപൂർവ ഒന്നും പറയില്ല. അപൂർവ നേരെ അങ്ങോട്ട് ചെന്നു. അങ്ങനെ പേരുണ്ട്. അപ്പൊ നബിതങ്ങൾ ശാസ്ത്രങ്ങൾ എന്താ പൂർവ്വരാന്ന് ചോദിച്ചു. അപ്പൊ ബാക്കിൽ ആളുണ്ടല്ലോ. നബിതങ്ങൾ ശാസ്ത്രങ്ങൾ പറഞ്ഞു, ഇത് പറഞ്ഞാൽ ഇപ്പൊ ആൾക്കാരെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിട്ട് എന്ത് ചെയ്യും? അവിടെ ഇരിക്കും, വേറെ പരിപാടി ഒന്നും ചെയ്യില്ലായിരുന്നു. നബിതങ്ങൾ ശാസ്ത്രങ്ങൾ ഞാനാണ് ശരീഅത്ത് കൊണ്ടുവന്നത്, ഇതൊക്കെ നടപ്പിലാക്കേണ്ട പണി എനിക്കാണ്, ഞാൻ ചെയ്ത പണിയുടെ താങ്ങിയത്, ഇജ്ജ് ആരപ്പത് എന്ന് നബിതങ്ങൾ ശാസ്ത്രങ്ങൾ ചോദിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ ഈ ദീനിനെ അങ്ങനെ ഒന്ന് മനസ്സിലാക്കി നോക്കി. നബിതങ്ങൾ ശാസ്ത്രം ആയിക്കോട്ടെ വിട്ട് തങ്ങൾക്കും ഞാൻ പറഞ്ഞയച്ചതിന് എന്തിനെ തടഞ്ഞെന്നുള്ള ആ ഒരു അവസ്ഥ ഇല്ലല്ലോ. ഒരു പറഞ്ഞൊരു കാര്യമാണ്, ആ കാര്യമാണ്. എന്നാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജീവിതകാലം മുഴുവനും ഉമർ റളിയല്ലാഹു അൻഹുവോട് ഈ ദേഷ്യം വെച്ചിട്ട് എവിടെയും ഇടപെട്ടിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഈ കാര്യത്തിന്റെ പേരിൽ അബൂ ഹുറൈറ തന്നെ മാറ്റിയിട്ട് ഇടപെട്ടിട്ടില്ല. കാരണം ഇവരെല്ലാവരും ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്?
അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ ആരും വ്യക്തിപരമായ താല്പര്യത്തെ. അതുകൊണ്ടാണ് ഇത് സഹിക്കാൻ കഴിയുന്നത്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ കുറെ ദൂരത്ത് മദീനന്റെ ഒരു വെളിയിൽ ഭാഗത്ത് കുറച്ച് തരിശു ഭൂമിയുണ്ട്, ഇങ്ങനെ വെറുതെ കിടക്കുന്ന ഭൂമി. അപ്പൊ ആ ഭാഗത്തുള്ള ഒന്ന് രണ്ടാൾക്കാർ വന്നിട്ട് നബി തങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഞങ്ങളെ വീടിന്റെ അടുത്ത് കുറെ ഭൂമി വെറുതെ കിടക്കുകയാണ്, ഒരു പണി അവിടെ നടക്കില്ല, അത് ഞങ്ങൾക്ക് എഴുതി തരാണ്, ഞങ്ങളവിടെ കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു തന്നെ ആലോചിച്ചു, വെറുതെ കിടക്കല്ലേ കുറെ കാലമായിട്ട്, എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്താൽ ആർക്കെങ്കിലും എന്തുണ്ടാവും, ഒരു പറമ്പാടുണ്ട്, ഞാൻ അവിടെ പൂളത്തിയോട്ടെ ചോദിച്ചു, എന്നാ കുത്തിക്കോന്ന് പറഞ്ഞാല് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവില്ലേ, അവിടെ കൃഷി നടക്കുമല്ലോ എന്ന് വിചാരിച്ച അബൂബക്കർ പറഞ്ഞു, ആയിക്കോട്ടെ എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എന്നാ അത് ഒന്ന് എഴുതി തരാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അബൂബക്കർ തന്നെ ഒരു കടലാസിൽ എന്ത് ചെയ്തു, ഒരു സംഗതിയിൽ എഴുതി കൊടുത്തു. പോകുമ്പോ അബൂബക്കർ തന്നെ പറഞ്ഞു, ഇത് ഒന്ന് ഉമർ റളിയല്ലാഹുവിനെ കാണിച്ചിട്ട് അതിന്റെ ഒപ്പുകൂടി ഇടിച്ചാളി എന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ പോയി, കാരണം അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഇത്തല്ലേ ധൈര്യത്തിൽ പോവല്ലോ. ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിലെത്തി. ഉമർ റളിയല്ലാഹുവിനെ പുള്ളി വായിച്ചു, കീറി ഒപ്പിടല്ലേ ചെയ്ത, കീറിയപ്പോ തന്നെ ബൽക്കത്തില്ല, ഇത് ഇനിയിപ്പോ അടുത്ത വേറെ സ്റ്റേജാ വരാന്ന്. ഇവര് വേഗം വിട്ടു. ഇവർക്ക് സത്യത്തിൽ പേരേക്ക് പോയാൽ മതിയായിരുന്നു, ഇവര് നേരെ പോയത് എടുക്കാണ്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, നിങ്ങളാണോ അമീർ, ഉമറാണോ അമീർ? അങ്ങനത്തെ ചോദ്യം. നിങ്ങളാണോ പ്രസിഡന്റ്, ഇത് മൂപ്പരാണോ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ ആയിരാണ്. അപ്പോ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, ശരിക്ക് അമീർ ആവേണ്ട ആള് ആരാണ്? ഉമറാണ്. ജനങ്ങളെല്ലാരും പാടും പിടിച്ച് എന്നെ ആക്കിയതാണ്. എത്ര നല്ല വാക്കാണ്. അതിന്റെ ശേഷങ്ങൾ ഒറ്റക്കാലേക്ക് ഈ അബൂബക്കർ റളിയല്ലാഹുവിനും ഈ ഉമർ റളിയല്ലാഹുവിനുമായിട്ട് എത്ര സ്നേഹബന്ധത്തിലുള്ളത്. അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ആകെ ഒരു അമീറിനെയാണ് ജീവിച്ചിരിക്കുമ്പം അമീർ തീരുമാനിച്ചു പോയത്. ആരെ? ഉമർ റളിയല്ലാഹുവിനെ. ഉമർ റളിയല്ലാഹുവിനെ ആരും തീരുമാനിച്ചിട്ടില്ല, ഉസ്മാൻ റളിയല്ലാഹുവിനെ ആരും തീരുമാനിച്ചിട്ടില്ല. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു തീരുമാനിച്ചു പോയി. ആരെ? അപ്പോ എത്ര ബന്ധമുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്ന് വെച്ചാൽ അവർ അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. അവരുടെ ഇടയിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകളുണ്ട്. പക്ഷെ എല്ലാ അഭിപ്രായ ഭിന്നതകളെയും അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ആയതുകൊണ്ട് എല്ലാവരും സൈക്കിൾ എന്തായി, എല്ലാവരും വിട്ടുവീഴ്ചയിൽ. ഉമർ റളിയല്ലാഹു ഒരിക്കലും ആവശ്യം പൂർത്തിയാക്കി പുറത്തിങ്ങനെ വരുമ്പം ഒരു യുദ്ധത്തിന്റെ ഒരു സ്ഥലത്ത് പോയിട്ട് ടെന്റ് അടിച്ചതാണ്. പട്ടിണിയായിട്ട് ഒന്നും കഴിക്കാനില്ല. അപ്പൊ സഹാബാക്കൾ ഒന്ന് നബി തങ്ങൾ സഹാസനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ ഒട്ടകത്തെ അറക്കട്ടെ. ഏതൊട്ടകങ്ങള്? അവർ യാത്ര ചെയ്തെന്ന അവരുടെ വാഹനാണ്, അത് അറക്കട്ടെ, അവിടെ എത്തിയിട്ട് ഞങ്ങൾ വില കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. നബി തങ്ങൾ സഹാസങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ അർത്തോളി പറഞ്ഞു. അങ്ങനെ അറവ് നടന്നുകൊണ്ടിരിക്കുന്നിടത്തേക്കാണ് ആര് വരുന്നത്? അപ്പ സ്റ്റോപ്പ് ചെയ്യിച്ചു. അപ്പൊ നബി തങ്ങൾ സഹാസങ്ങളോട് അനുവാദം വാങ്ങിയിട്ടറിഞ്ഞു, അതൊക്കെ അടക്കട്ടെ അറിഞ്ഞു. മനസ്സിലായില്ലേ? അതൊക്കെ അടക്കട്ടെ, അറക്കൽ നിർത്തട്ടെ. അങ്ങനെ അറക്കൽ നിർത്തിച്ചു. ആര്? മുറതിലാണ് നബിതങ്ങൾ ദാസങ്ങൾ. എന്നിട്ട് നബിതങ്ങൾ ദാസങ്ങൾ എടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഒട്ടകങ്ങൾ മുഴുവൻ അർത്ഥം നമുക്ക് നാട്ടിക്ക് പോവാൻ വഴി ഉണ്ടാവില്ല. അതുകൊണ്ട് മൊത്തം എന്തെങ്കിലുമൊക്കെ ആളുകളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാവും, അതൊക്കെ വാങ്ങി ഒരുക്കി കൂട്ടിയിട്ട് തങ്ങൾ എന്ത് ചെയ്താൽ മതി, ദുആ ചെയ്താൽ മതി, അള്ളാഹു നമുക്ക് ബർക്കത്ത് തരും എന്നൊക്കെ പറഞ്ഞു. ആര്? എനിക്ക് പറഞ്ഞു മനസ്സിലായോ? എന്നാ നബിതങ്ങൾ ദാസങ്ങൾ ഞാൻ അനുവാദം കൊടുത്ത് ഇജ്ജാരാ നിർത്തിച്ചാനെന്ന് ചോദിച്ചു. ഇല്ലില്ല, അവർ പറഞ്ഞൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ സഹാബാക്കൾ അവരുടെ ഇത് ഉമർ റളിയല്ലാഹു മാത്രമൊന്നുമല്ല, എല്ലാ സഹാബാക്കളുടെ ഇടയിലും എന്തുണ്ട്, വ്യക്തമായ എതിരഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ അവർ ആ സ്നേഹത്തിലും ആ ബന്ധത്തിലും കഴിഞ്ഞുകൂട്ടി. അത് ദീനിന് വേണ്ടിയിട്ടാണെന്ന് അവർ മനസ്സിലാക്കി, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണെന്ന് അവർക്ക് മനസ്സിലായി. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് മനസ്സിലായി. അതുകൊണ്ട് നമ്മളും മനസ്സിലാക്കണം, ഞാനാണ് ഫുള്ളെന്തില് ശരിയിലെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ് എന്ന് നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചിന്ത ഉണ്ടായി. ആ ചിന്ത ഉണ്ടായിട്ട് നമ്മൾ എത്ര തഹജ്ജുദ് കാര്യം ഉണ്ടാവില്ല. അള്ളാന്റെ അടുക്കൽ ഒരു വിലയും ഉണ്ടാവില്ല. ആരാണ് അള്ളാന്റെ അടുക്കൽ ശ്രേഷ്ഠൻ ആർക്കറിയാം? വ്യക്തമായി മുനാഫിക്കുകൾ ആരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. അറിയില്ലേ? അറിയാം. പരസ്യമായി മുനാഫിക്കാണെന്ന് അറിയുന്നവരുണ്ട്, രഹസ്യമായി മുനാഫിക്കങ്ങളുണ്ട്. ഇത് എല്ലാവരും നബിതങ്ങൾ ശാസനങ്ങൾക്ക് അറിഞ്ഞിട്ടും നബിതങ്ങൾ ശാസനങ്ങൾ എല്ലാവരും ചേർത്ത് പിടിച്ചു. നബിതങ്ങൾ ശാസനങ്ങൾ പറഞ്ഞാൽ അതെ അവൻ മുനാഫിക്കാണ്, ഓനോട് മുണ്ടരുതെന്ന് പറഞ്ഞാല് ഒറ്റ കുട്ടി മുണ്ടൂല. മുണ്ടോ? ഇവിടെ സഹാബിനോട് മുണ്ടരുത് പറഞ്ഞിട്ട് മുണ്ടിയില്ല. ഏത് സഹാബിനോട്?
തബൂക്കിൽ പോവാതെ പിന്തി നിന്ന് വഅല സലാസത്തില്ലദീന ഖുല്ലിഫു എന്ന് പറഞ്ഞ് തീരുമാനം ബന്ധിക്കപ്പെട്ട 3 സഹാബാക്കൾ കഅബ് ഇബ്നു മാലിക്, മിറാറത്ത് ഇബ്നു ഉമയ്യ എന്ന് പറഞ്ഞ ഈ സഹാബാക്കൾ, ഒരു ബദരിയ സഹാബിയാണ് കഅബ് റളിയല്ലാഹു അൻഹു. ഓരോടും മുണ്ടണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടില്ല. പിന്നെ മുനാഫിക്കിനോട് മുണ്ടണ്ട പറഞ്ഞാല് നമ്മളവിടെ പറഞ്ഞ മാതിരിയാ, ഒരൊറ്റ കുട്ടി മുണ്ടൂല്ല, അടുക്കൂല്ല. എല്ലാ മുനാഫിക്കങ്ങളെയും മദീനയെന്ന് അങ്ങനെ എന്ത് ചെയ്യായിരുന്നു, അത് ബഹിഷ്കരിക്കായിരുന്നു. ബഹിഷ്കരിച്ച പിന്നാരും അതിൽ ആവൂല്ല. പക്ഷെ നിബിധങ്ങൾ സാഹസങ്ങൾ അത് ചെയ്തിട്ടേ ഇല്ല. നിബിധങ്ങൾ സാഹസങ്ങൾ അത് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാ ചെയ്യാത്തത്? ഉമ്മത്തിന്റെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കരുത് വിചാരിച്ചിട്ട്. ഒരാൾ മുനാഫിക്കാണ്, അബ്ദുല്ലാഹിബിൻ ഉബൈബിന് സലൂൽ. അബ്ദുല്ലാഹിബിനു അയാൾ മുനാഫിക്കാണ്. അയാളുടെ മകൻ അബ്ദുള്ള പക്കാ സഹാബിയാണ്. അതുകൊണ്ടാണ് അയാൾ മരിച്ചപ്പം നബിതങ്ങൾ ശാസങ്ങളുടെ അടുക്കൽ വന്ന് ഖമീസ് ചോദിച്ചു. ആര്? മകൻ വന്ന് ചോദിച്ചു. ഉലമാക്കൾ പറഞ്ഞത് തങ്ങൾ കൊടുക്കാനുള്ളതിന്റെ കാരണം ഇത് പക്ക സഹാബിയാണ്, തങ്ങൾ അത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്, അവനെ വേദനിപ്പിക്കരുത് വിചാരിച്ചിട്ട് കൊടുത്തതാണ്. അല്ല, മറ്റു ചില ഉലമാക്കൾ പറഞ്ഞത് അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്തിലായിരുന്നു? ഖൈദിലുണ്ടായിരുന്നു. ഖൈദിൽ പറഞ്ഞാൽ തടവിലുണ്ടായിരുന്നു. ബദറിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റേ ടീമിന്റെ കൂടെ ഉള്ളത്. മനസ്സില്ലാ മനസ്സോടുകൂടി നിർബന്ധിച്ചിട്ട് വന്നതാണ്. ആര്? അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആരാ? അബൂജഹൽ ടീമില്. അങ്ങനെ ബദറിന്ന് പിടിക്കപ്പെട്ടു, തടവുള്ളിയായിട്ട്. അങ്ങനെ നബിതങ്ങൾ സാഹസങ്ങളെ അളാപ്പ മദീനയിൽ എന്തായിട്ടുണ്ട്? തടവുള്ളിയായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് കുപ്പായില്ല. ആർക്ക്? അബ്ബാസ് റളിയല്ലാഹു കുപ്പായില്ല. അബ്ബാസ് റളിയല്ലാഹു നല്ല സൈസ് ഉള്ള ആളായിരുന്നു. അപ്പൊ അബ്ബാസ് റളിയല്ലാഹുവിന് പറ്റിയ കുപ്പായം, ആരെങ്കിലും ഒരു കുപ്പായം കൊടുക്കുമെന്ന് ചോദിച്ചപ്പം ഈ മുനാഫിക്കാണ് എന്ത് ചെയ്തത്? കുപ്പായം കൊടുത്തത്. ആർക്ക്? അബ്ബാസ് റളിയല്ലാഹുവിന്. ആ കുപ്പായത്തിന് പകരം കൊടുത്തതാണ് ഏത്? ഈ കുപ്പായം എന്ന് മുഫസ്സിരീങ്ങൾ പറയും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, മുനാഫിക്കീങ്ങളെ പോലും എന്ത് ചെയ്തിട്ടില്ല, മാറ്റി നിർത്താതെ കൂട്ടത്ത് നിർത്തിയത് എന്തിനാണ്? ഉമ്മത്തിൽ എന്തുണ്ടാവാതിരിക്കാൻ, ഭിന്നത ഇല്ലാതിരിക്കാൻ. നമ്മളൊക്കെ അനങ്ങിയതിന് എന്തുണ്ടാക്കാണ്? ഈ ദീനിൽ ഭിന്നത ഉണ്ടാക്കൽ ശരിയല്ല. എന്റെ ഒരു വാക്ക്, എന്റെ ഒരു പ്രവർത്തനം. ഒരു ഖിലാഫത്തായി നബിതങ്ങൾ ശാസങ്ങളെ വഫാത്തിന്റെ സമയം വഫാത്തായ പിന്നെ ഖബറടക്കണമെങ്കിൽ എന്ത് വേണം? അടുത്ത ഖലീഫനെ തീരുമാനിച്ചിട്ടേ ഖബറടക്കാൻ പറ്റുള്ളൂ. ഖലീഫനെ തീരുമാനിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു സഹാബി പറഞ്ഞു, മിന്ന അമീറും വമിൻകും അമീർ. നമ്മൾ എന്നൊരു അമീർ, നിങ്ങൾ എന്നൊരു അമീർ എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? മിന്ന അമീർ വമിൻകും അമീർ. നമ്മൾ എന്നൊരു അമീർ, നിങ്ങൾ എന്നൊരു അമീർ. എന്ന് വെച്ചാൽ മുഹാജിരിങ്ങൾ എന്നൊരു അമീർ, അൻസാറുകളിൽ നിന്നൊരു അമീർ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി? അതിന്റെ മേൽ തീരുമാനം നയിച്ചില്ല. ആയോ? തീരുമാനം നയിച്ചില്ല. പക്ഷേ ആ പറഞ്ഞ വാക്ക് അല്ലാഹ്ക്ക് ഇഷ്ടമില്ല. കാരണം അതൊരു ഭിന്നത ഉണ്ടാകണേ. മിന്നാവമിൻകും അതന്നെ, നിങ്ങളും ഞമ്മളും എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി? ആയോ? ആയില്ല വൈ. ആ സഹാബി ഏതൊരു മരുഭൂമിയിൽ ഒരു സ്ഥലത്ത് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അവിടുന്ന് അശരീരുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന ആ സഹാബിന്റെ പേര് പറഞ്ഞിട്ട് ഒരു ഖതൽന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അശരീരി കേൾക്കുന്ന ഞങ്ങൾ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഉലമാക്കൾ പറഞ്ഞത് ആ വാക്ക് അല്ലാഹ്ക്ക് എന്തായിട്ടില്ല, അതിന്റെ മേൽ തീരുമാനം നയിച്ചില്ല. അതുകൊണ്ട് ദീനിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉമ്മത്തിനെ എന്താക്കരുത്, ഭിന്നതയിൽ എത്തിക്കരുത്. നമ്മളെ കൊണ്ടാവരുത്. ഭിന്നത ഉള്ള കടന്നോട്ടെ. നമ്മളെല്ലാരെയും മുഅ്മിനീങ്ങളാണ്, കെലിമന്റെ അഹ്ലുകാരാണ് എന്ന് മനസ്സിലാക്കി എല്ലാരോടും. അതിന്റെ അർത്ഥം നമ്മളെല്ലാരും കൂടെ പോവാന്നൊന്നുമല്ല അതിന്റെ അർത്ഥം. നമ്മൾ നമ്മളെ കാഴ്ചപ്പാടിൽ നിൽക്കാം, പക്ഷെ എല്ലാരും ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതുകൊണ്ട് ഈ കാദ്യാനികൾ വ്യക്തമായി ഇസ്ലാമെന്ന് പുറത്താണ്. അതിന് കൂടി ഇതിന്റെ മേൽ കേട്ടിട്ട് അയില മത്തീന്റെ കൂട്ടത്തിൽ എന്തുകൂടി എണ്ണാണ്? നീർക്കോലിന്നും കൂടി എണ്ണണ ആ സ്വഭാവം ഉമ്മത്തിൽ നിന്ന് ഇല്ലാതാവണം. വലിയ ഫിത്നയാണ് കാദ്യാനിന്റെ ഫിത്ന, വലിയ ഫിത്ന. മനസ്സിലായില്ലേ? അതിന് ഉലമാക്കൾ വലിയ അധ്വാനവും വലിയ പരിശ്രമവും വലിയ ത്യാഗവും ചെയ്തിട്ടുണ്ട് അതിനെന്താക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിട്ട്. അതുകൊണ്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖാത്തമൻ നബിയീൻ എന്ന് പറഞ്ഞതിന്റെ എന്താന്ന് മനസ്സിലായില്ലേ? നബി എന്ന് പറഞ്ഞാൽ
കിതാബും ശരീഅത്തും ഇല്ലാത്ത ആളെന്നാണ്. ഖാതമർ റസൂൽ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിന് ചാൻസ് ഉണ്ട്? അപ്പൊ നബിമാരുടെ എല്ലാ റസൂലും എന്താണ്? നബിയാണ്. അതുകൊണ്ട് നബിമാർക്ക് പര്യവസാനം കുറിച്ചു. ഇനി ഒരു നബി വരാനില്ല. ഒരാൾ പറയാണ് ഞാൻ നബിയാണെന്ന് പറഞ്ഞു. ഞാൻ നബിയാണെന്ന്, ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞു. അപ്പൊ ഒരാൾ ചോദിക്കാണ് അതിനെന്താ തെളിവ്? എന്താണ്? ഉലമാക്കൾ പറയാണ് ഓൻ രണ്ടാമത് കലിമല്ലാണെന്ന്. ആര്? അതെന്താ അതിന്റെ കാരണം? തെളിവുണ്ടോന്നും കൂടി. കാരണം തെളിവുണ്ടെങ്കിൽ ഓൻ നബി വരാൻ സാധ്യത ഉണ്ട് എന്ന് വിശ്വസിക്കണ്ടല്ലോ. അതുകൊണ്ടല്ലോ തെളിവ് വെച്ച്. നിങ്ങൾക്ക് മനസ്സിലാകണ്ട വൈ. ഒരാൾ ഞാൻ നബിയാണ് പറഞ്ഞാ ആയിക്കോട്ടെ പറഞ്ഞാ മതി. എന്ത് ഓന് സുഖമില്ല എന്നുള്ള കാരണത്തിലേക്ക് വേഗം കേറ്റെന്നല്ല. അതിനെന്താ തെളിവ് എന്ന് ചോദിച്ചാൽ ഈ തെളിവ് തന്നാൽ എന്താവും? അപ്പൊ ഇഞ്ഞൊരു നബി വരാനേ സാധ്യതയില്ല. പിന്നെ എന്തിനാണ് തെളിവ് ചോദിക്കുക? മനസ്സിലായ നിങ്ങൾക്ക്? അത്ര പക്കായിരിക്കണം എന്ത് വിശ്വാസം. നിബിതങ്ങൾക്ക് ശേഷം ഒരു നബി, ലാ നബിയ ബഅദി വലാ ഉമ്മത ബഅദകും, എനിക്ക് ശേഷം നബി വരാനില്ല, നിങ്ങൾക്ക് ശേഷം ഇനി ഒരു പുതിയ ഉമ്മത്തും വരാനില്ല. അവിടെ ഒരു നബി വരാനില്ല. മനസ്സിലായില്ലേ? മങ്ങാട്ടച്ഛന് പിന്നെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ കുഞ്ഞായി മുസ്ലിയാര് അയാളെ കൂടെ പോകാൻ വേണ്ടിട്ട് വീട്ടിലെ സാധനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഉമ്മാനോട്, എന്തൊക്കെ വേണ്ടിയെന്നൊക്കെ. അപ്പൊ ഉമ്മാരിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നേരം പോയപ്പം മങ്ങാട്ടച്ഛനെ അടുത്തൂടെ ഇങ്ങനെ പോയപ്പോ മങ്ങാട്ടച്ച എന്നൊക്കെ വിളിച്ചു നോക്കി. അപ്പൊ അയാൾ നിർത്താതെ പോവാണ്. ഓല രണ്ടാളും ഇങ്ങനെ എപ്പോഴും ആട്ടുകൊട്ട് പണിയെടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കല്ലേ. അങ്ങാടിയിലെത്തിയപ്പോ കുഞ്ഞായി മുസ്ലിയാര് ചോദിച്ചല്ല മങ്ങാട്ടച്ച എന്നെ വിളിച്ചിട്ട് നിന്നില്ലല്ലോ, നമുക്ക് ഒരുമിച്ച് കൊണ്ട് പോരാൻ വേണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞു. മങ്ങാട്ടച്ഛനോ? ഞാൻ ദൈവദൂതനാണ് എന്ന് പറഞ്ഞു. ഞാൻ ദൈവദൂതൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞു. ആരോട്? കുഞ്ഞാംസിലൊരു. അപ്പൊ കുഞ്ഞാംസിലൊരു ഊരൊക്കെ കൈ എടുത്തിട്ട് പറഞ്ഞു ഞാൻ അങ്ങനത്തെ ഒരു പ്രവാചകനെ അയച്ചിട്ടില്ലല്ലോ പറഞ്ഞു. ഞാനങ്ങനെ മനസ്സിലായില്ലേ? ഞാനങ്ങനെ ഒരു പ്രവാചകനെ അയച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ആരോ ഒരാൾ ഞാൻ നബിയാണെന്ന് പറഞ്ഞാൽ തെളിവൊന്നും ചോദിച്ചാൽ നിൽക്കണ്ട, തെളിവിക്കാൻ പാടില്ല. കാരണം ഖാതമുൻ നബിയീനാണ്. അത്ര ഉറച്ച വിശ്വാസം ഉണ്ടാണ്. വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ, അല്ലാഹു തആല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി അറിയുന്നവനാണ്. പിന്നെ യാ അയ്യുഹല്ലദീന ആമനു ഉസ്കുറുല്ലാഹ ദിക്റൻ കസീറാ. ഇത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ് അല്ലേ? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഉസ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യിൻ. ദിക്റൻ കസീറാ, അധികമായി അല്ലാഹുക്ക് എന്ത് ചെയ്യണം? ദിക്ർ ചെയ്യണം. അല്ലാഹു തആല അധികമായി എണ്ണം ലിമിറ്റാക്കാതെ പറഞ്ഞ ഒരേ ഒരു അമൽ എന്തേ ഉള്ളൂ? ദിക്ർ മാത്രമേ ഉള്ളൂ. അതിന് പരിധി വെച്ചിട്ടില്ല. എത്രയും ചെല്ലണം. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും എന്തുണ്ട്? പരിധിയും പരിമിതികളും ഒക്കെ വെച്ചിട്ടുണ്ട്. ആര്? അല്ലാഹു തആല. മാത്രമല്ല ഫർളായ പല കാര്യത്തിന് ചുരുക്കാൻ വരെ എന്തുണ്ട്? അനുവാദമുണ്ട്. എന്നുവെച്ചപ്പോ യാത്രക്കാരന് നിസ്കാരം എന്ത് ചെയ്യാ? ളുഹർ 4 ഉള്ളത് 2 ആക്കി ചുരുക്കാം. ഇനി അസറും ളുഹറും ആണെങ്കിൽ എന്ത് ചെയ്യാ? ചേർത്ത് നിസ്കരിച്ച. പിന്നെ ഒരാൾക്ക് ശുദ്ധിയില്ല, അയാൾക്ക് തയമം ചെയ്യാം. മനസ്സിലായില്ലേ? ഉദർക്കാനില്ല, എന്നാൾക്ക് തയമം ചെയ്യാം. ഒക്കെ പല വിട്ടുവീഴ്ചകളും എന്തുണ്ട്? ഒരു സ്ത്രീക്ക് ശുദ്ധിയില്ലാത്ത അവസ്ഥയാണെങ്കിൽ ഓൾക്ക് എന്ത് ചെയ്യണ്ട? നിസ്കരിക്കണം. നിസ്കാരത്തിൽ എന്തുണ്ട്? വിട്ടുവീഴ്ചയുണ്ട്. പക്ഷെ അപ്പോഴൊന്നും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സാധനം എന്തേ ഉള്ളൂ? അല്ലാഹുവിന്റെ ദിക്റാണ്. ഈ ശുദ്ധിയിലല്ല, എന്നാലും എന്ത് ചെയ്യണം? പറയുവായി അല്ലാഹുവിനെ ദിക്ർ ചെയ്യണം. അതുകൊണ്ടാണ് അല്ലാഹു ഇങ്ങനെ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഉസ്കുറുല്ലാഹ ദിക്റൻ കസീറ. അല്ലാഹുവിനെ അധികമായി എന്ത് ചെയ്യണം?
ദിക്ർ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു അറാബിയായ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇസ്ലാമിന്റെ അമലുകള്, ഫർളുകള്, വാജിബാത്തുകള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് അമലുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇസ്ലാമിൽ. ആപ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുझे कोई ऐसी मुख्तसर जामिया बात बतला दे, എനിക്ക് വളരെ ചുരുങ്ങിയ ഒരു കാര്യം എനിക്ക് പറഞ്ഞിരണം, ഞാൻ അതിനെ ഉസ്കു മസ്ബൂത്തി സെ ഇഖ്തിയാർ കർലു, ഞാൻ വളരെ ശക്തമായി ഒഴിവാക്കാതെ അത് ചെയ്തോളാം. അങ്ങനത്തെ എന്തെങ്കിലും എനിക്ക് പറയും. കുറെ അമലുകളുണ്ട്, എനിക്ക് ഇങ്ങനെ ഉറച്ചു നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അമൽ എനിക്ക് പറഞ്ഞുതരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു അറബി എന്ന് പറഞ്ഞപ്പം, ലാ യസാലു ലിസാനക റത്ബൻ ബിദിക്രില്ലാഹ്, ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്, നിന്റെ നാവ് അല്ലാഹുവിന്റെ ദിക്റിലായി നനഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വിടണ്ട, വലിയൊരു അമലായിട്ട് അത് കൂട്ടിക്കോ. ഏത് ദിക്ർ? അത് ഇന്ന സമയമൊന്നുമില്ലല്ലോ, ശുദ്ധിണ്ടായാലും ഇല്ലെങ്കിലും എപ്പോഴും എവിടെ വെച്ചും ചെല്ലാൻ പറ്റിയതാണെന്ത്? അള്ളാഹുവിന്റെ ദിക്ർ. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ने फरमाया ഉസ്കുറുല്ലാഹ ഹത്താ യഖൂലു മജ്നൂൻ, നിങ്ങളെ ഭ്രാന്തൻ എന്ന് ആൾക്കാർ വിളിക്കണവോളം നിങ്ങൾ എന്ത് ചെയ്യ്? അള്ളാഹുവിന് ദിക്ർ ചെയ്യും. നിങ്ങളെ ഭ്രാന്തെന്ന് വിളിക്കുന്നോളം നിങ്ങൾ എന്ത് ചെയ്യ്? അള്ളാഹ്ക്ക് ദിക്ർ ചെയ്യും. ദിക്ർ കൂടുതൽ ചെയ്താൽ ആൾക്കാർ ഭ്രാന്താന്ന് വിളിക്കോ? കുറെ ദിക്ർ ചെയ്യുന്ന ആളെന്താ വൈ വിളിക്കല്? വൈ ഉറങ്ങല്, കുറച്ച് ചേർന്നിരുന്നോളി. കുറെ ദിക്ർ ചെയ്യുന്ന ആൾക്കാരെന്താ വിളിക്കല്? പറയപ്പേ ഔലിയ ബാബാന്നാ വിളിക്കല്. നബിതങ്ങൾ സാധനങ്ങൾ പറയണു, ഉസ്കുറുല്ലാഹ ഹത്താ യഖൂലു മജ്നൂൻ, നിങ്ങളെ ഭ്രാന്തെന്ന് വിളിക്കോളം നിങ്ങൾ എന്ത് ചെയ്യ്? ദിക്ർ ചെയ്യുന്ന പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മൾ സാധാരണഗതിയിൽ ഒരാൾ ഇങ്ങനെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ അങ്ങനെ ആരോട് സംസാരിക്കുന്നില്ല, പെട്ടെന്ന് നിർത്തും, പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ അതിനൊരു മറുപടി വരും, പിന്നെ ദിക്ർ ചെയ്യും. അങ്ങനത്തെ ഒരാളെ കണ്ടാൽ നമ്മൾ പറയും മാഷാ അല്ലാഹ്, അയാളാരാണ്? വലിയാണ്. പിന്നെന്താണ് ഭ്രാന്തെന്ന് വിളിക്കൽ? എപ്പോഴാണ് പറഞ്ഞാൽ നമ്മൾ ദിക്റിന് മനസ്സിലാക്കി വെച്ച ഒരർത്ഥമുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് ചെല്ലലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലലാണ്, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ചെല്ലലാണ്, ഇത് സുബ്ഹാനല്ലാഹി ബിഹംദിഹി ചെല്ലലാണ്. ഇതാണ്, ഇത് ദിക്ർ തന്നെയാണ്, ഇതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അള്ളാഹുവിന്റെ ഓർമ്മ എന്നാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ഉദ്ദേശിക്കുന്നത്. വെറും സുബ്ഹാനല്ലാഹ് മാത്രല്ല, ഒരാൾ അള്ളാഹനെ ഓർക്കാതെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞിട്ട് എന്തില്ല? ഓ വേറെന്തൊക്കെ പണിയൊക്കെ എടുക്കണ്ടാവും അതിന്റെ ഇടയിൽ. എന്ത് അങ്ങനെ ഇടയിൽ നിങ്ങള് ഏത് അങ്ങനെ എടുത്തിട്ടുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഒരാൾക്കും എപ്പോഴും ഒരു കാര്യത്തെ പറ്റി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ സുബ്ഹാനല്ലാഹ് ഗഫ്ലത് കെ സാത്ത് ദിക്ർ കർനാ സുസ്തി പൈദാ കരേഗാ. അശ്രദ്ധയോടുകൂടി ദിക്ർ ചെയ്യുകയാണെങ്കിൽ അയാളിൽ അലസത ഉണ്ടാവും, ഉന്മേഷമല്ല ഉണ്ടാകുക. പിന്നെന്താ ഉണ്ടാകുക? കാരണം അയാളങ്ങനെ അലസമായി ചെല്ലാണ്. അതുകൊണ്ട് ദിക്ർ എന്ന് പറഞ്ഞാൽ ഓർമ്മയാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മയാണ്. ഒരാള് കച്ചവടത്തിൽ ദിക്റില്ലുണ്ട്, പച്ചക്കറി കച്ചവടം ചെയ്യുന്ന ആളാണ്, അയാൾ ഇങ്ങനെ തസ്ബീഹ് കണ്ട് ദിക്ർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും സാധനങ്ങൾ വന്ന് ചോദിച്ചാൽ എടുത്തു കൊടുക്കും, അപ്പോഴും അയാൾ ദിക്റില്ലും. അപ്പൊ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ ഇതുണ്ട്. അതിനിടെ പച്ചക്കറി എടുത്തു കൊടുക്കാണ് അയാൾ. അപ്പൊ തക്കാളിക്ക് പെരും വില കൂടിയ സമയത്താണ്. അപ്പൊ അങ്ങനെ പൊട്ടാനായ തക്കാളി ഉണ്ടാവുമല്ലോ, അതിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ചെറിയ കുട്ടിയെന്ന് 500 തക്കാളിയാണെന്ന് പറഞ്ഞപ്പോ ഓനക്ക എടുത്തിട്ട് എന്ത് ചെയ്തു? കുറച്ച് സുബ്ഹാനല്ലാഹ് ചൊല്ലണുണ്ട്. ഓനക്ക് ആരും ഓർമ്മയില്ല വൈ അള്ളാഹന് ഓർമ്മയില്ല. അള്ളാഹന് ഓർമ്മ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യൂല? ഇത് ചെയ്യൂല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഓർമ്മയാണ് ദിക്ർ. അപ്പം അള്ളാഹിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കൽ അള്ളാന്റെ ഓർമ്മ ഉണ്ടാക്കും. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് എന്താണ്? ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫ. ഫദക്കിർ അവിടെ ദിക്റാണ്, ഓർമ്മപ്പെടുത്തി. ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, ഓർമ്മപ്പെടുത്തൽ മുഅ്മിനീങ്ങൾക്ക് എന്താവും? പ്രയോജനം ഉണ്ടാവും. ഓർമ്മപ്പെടുത്തൽ. അപ്പൊ സത്യത്തിൽ ഒരാൾ പള്ളിയിൽ നിന്ന് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ പറഞ്ഞാൽ ആൾക്കാർ ഔലിയ എന്നേ വിളിക്കുള്ളൂ.
ഒരാള് അള്ളാഹിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അള്ളാഹു വലിയ കരുണുള്ളവനാണ്, ഓൻ അനുസരിക്കണം. നമ്മൾ ഈ രീതിയിൽ അള്ളാഹുവിനെ പറ്റി ഇങ്ങനെ ആൾക്കാരോട് പറഞ്ഞുകൊണ്ടിരുന്നാല് ആൾക്കാർ പറയുന്നത് എന്താ പറയും, ഓന് സുഖല്ലായി കണ്ട്. ഇപ്പൊ കല്യാണത്തിനും എന്താ പറയണേ, കല്യാണത്തിന് അവിടുന്ന് പോണ കണ്ടിഞ്ഞ അവിടുന്ന് ഓൻ എന്താ പറയണേ, അള്ളാഹിനെ പറ്റിയാ പറയണത്. ഓൻ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങാൻ പോയി കണ്ടിഞ്ഞ അവിടുന്ന് പോവാൻ അള്ളാഹിനെ പറ്റിയാ പറഞ്ഞത്. ഓൻ ചെറിയൊരു തകരാറുണ്ട് അറിയാം, ഒരു ചെറിയ കിൽക്കം, കിലിങ്ങ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുണ്ടെന്ന് അറിയും. അത് എല്ലാ നബിമാരെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ സാധനമാണത്. നിങ്ങൾ അള്ളാഹിനെ പറ്റി ഇങ്ങനെ പറയും, എന്നിട്ട് ആൾക്കാരെന്ത് പറയും നിങ്ങളെ പറ്റി? ആരെ പറഞ്ഞ പോലെ? നബിമാരെ, ഒരു നബിനെ, നബിതങ്ങൾ സാധനങ്ങൾ മാത്രമല്ല പറഞ്ഞത്, എല്ലാ നബിമാരെ പറ്റി എന്ത് പറഞ്ഞിട്ടുണ്ട്? നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. അല്ലാഹു പറ നൂൻ വൽ ഖലം, പേന തന്നെയാണ് സത്യം. വമാ യസ്തുറൂൻ, അതിന്റെ വരികൾ, അത് എഴുതുന്ന വരികൾ തന്നെയാണ് സത്യം. മാ അൻത, നബിയെ തങ്ങളല്ല, ബിനിഅമതി റബ്ബിക്, നിന്റെ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് തങ്ങളല്ല, ബിമജ്നൂൻ, എന്തല്ല, ഭ്രാന്തനല്ല നബി. ആൾക്കാരെന്ത് പറയും? ഭ്രാന്തൊക്കെ പറയും. അള്ളാഹിനെ പറ്റി അധികമായിട്ട് പറഞ്ഞു തുടങ്ങിയാൽ ആൾക്കാരെന്ത് പറയും? ഭ്രാന്താണ് പറയും, കിൽങ്ങി പറയും. ഇതപ്പോ ദിക്റുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ദിക്റാണ്. അള്ളാഹിനെ പറ്റി പറയൽ എന്താണ്? അള്ളാഹിനെ പറ്റി കേൾക്കൽ ദിക്റാണ്. അള്ളാഹുവിന്റെ ഓർമ്മ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പം അള്ളാഹു തആല പറയണ യാ അയ്യുഹല്ലദീന ആമനു ഉസ്കുറുല്ലാഹ്, വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹിനെ ഓർമ്മിക്കിൻ. ദിക്റീന്ന് പറയുമ്പോൾ നമ്മൾ സുബ്ഹാനല്ലാഹ് മാത്രമല്ലേ, അള്ളാഹിനെ ഓർമ്മിക്കിൻ. ദിക്റൻ കസീറ, അധികമായി ഓർമ്മിക്കിൻ, അധികമായി ഓർമ്മിക്കിൻ. അധികമായി ഓർമ്മിക്കുക പറഞ്ഞാൽ ഇതിനൊരു ലിമിറ്റ് എന്ത് ചെയ്തിട്ടില്ല, വെച്ചിട്ട് എത്രയും കൂട്ടാം. അങ്ങനെ അള്ളാന്റെ ഓർമ്മ സദാസമയങ്ങളിൽ ഉണ്ടാവണം. ഇതാണ് ആര് പറയുന്നത്? അള്ളാഹു പറയുന്നത്. സദാസമയം അള്ളാന്റെ ഓർമ്മ ഉണ്ടാവണം. നമ്മളിന്ന് നിസ്കരിക്കുന്നുണ്ട്, നിസ്കാരത്തിൽ അള്ളാന്റെ ഓർമ്മയില്ല. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി പറയും സുജൂദിൽ, പക്ഷെ നമുക്ക് അള്ളാന്റെ ഓർമ്മ ഉണ്ടാവില്ല. ഇന്നലെ നമ്മൾ ഫുള്ള് നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷെ അള്ളാഹ് എത്ര പ്രാവശ്യം ഓർത്തെന്ന് ചോദിച്ചാൽ, അപ്പൊ അള്ളാഹിന്റെ ഓർമ്മ ഉണ്ടാവുക, അത് വലിയ കാര്യമാണ്. അതാണ് അല്ലാഹു തആല വീണ്ടും പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ഉസ്കുറുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. വസബ്ബിഹൂഹു, അവനെ തസ്ബീഹും ചെയ്യണം. ബുക്റതൻ വഅസീല, രാവിലെയും വൈകുന്നേരവും. അല്ലാഹു തസ്ബീഹിനുള്ള സമയം പറഞ്ഞിരാണ്. തസ്ബീഹ് എന്തിൽപ്പെട്ടതാണ്? ദിക്റിൽ പെട്ടതാണ്. എന്നിട്ടും അല്ലാഹു വേറെ പറയാം യാ അയ്യുഹല്ലദീന ആമനു ഉസ്കുറുല്ലാഹ ദിക്റൻ കസീറ എന്ന് പറഞ്ഞു. പിന്നെ പറയാണ് വസബ്ബിഹൂഹു ബുക്റതൻ. അപ്പൊ വെറും തസ്ബീഹ് മാത്രമല്ല എന്ത്, ദിക്റ്. വസബ്ബിഹൂഹു, അവനെ നിങ്ങൾ എന്ത് ചെയ്യും? തസ്ബീഹ് ചെയ്യീൻ, അവനെ വാഴ്ത്തിൻ, അവനെ പ്രകീർത്തിക്കിൻ. ബുക്റതൻ വസീല, രാവിലെയും വൈകുന്നേരവും. അപ്പൊ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ പ്രകീർത്തിക്കണം, അല്ലെങ്കിൽ അവന് തസ്ബീഹ് ചെയ്യണമെന്ന് ആരെ കൽപ്പനയാണ്? അപ്പൊ രാവിലെ വൈകുന്നേരവും ഒരു സുബ്ഹാനല്ലാഹ് ചെല്ലാത്തവന്റെ അവസ്ഥ എന്താണ്? അല്ലാഹ് പറയാണ്, ഇതൊക്കെ തന്ന അല്ലാഹ് പറയാണ് രാവിലെ വൈകുന്നേരം എനിക്ക് വേണ്ടി തസ്ബീഹ് ചെയ്യുന്നു. നമ്മൾ നേരില്ല, എങ്ങനെ പറയാ? അതുകൊണ്ടാണ് അസ്ർ കഴിഞ്ഞിട്ടും സുബഹി കഴിഞ്ഞിട്ടും കുറച്ച് സമയം അള്ളാഹുവിന്റെ ദിക്ർ ചെയ്യാൻ വേണ്ടി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ചുരുങ്ങിയത് ഒരു 100 പ്രാവശ്യമെങ്കിലും ചെല്ലാം, സമാധാനപരമായിരുന്നു. അസ്റിനേശു അതേപോലെ ചെല്ലാം. ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നബിതങ്ങൾ സാഹസങ്ങളോട് പറഞ്ഞു, എനിക്ക് വയസ്സായി, എനിക്ക് ഇനി കാര്യമായി പായ പോലൊന്നും അമൽ ചെയ്യാനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും അമൽ പറഞ്ഞു തരണം. അപ്പൊ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് 100 പ്രാവശ്യം പറയാം, അൽഹംദുലില്ലാഹ് 100 പ്രാവശ്യം പറയാം, അല്ലാഹു അക്ബർ 100 പ്രാവശ്യം പറയാം. എന്നിട്ട് പറഞ്ഞു എന്ത്? സുബ്ഹാനല്ലാഹ് 100 പ്രാവശ്യം പറഞ്ഞാൽ 100 അറബി അടിമകളെ
മോചിപ്പിച്ച പ്രതിഫലം ഉണ്ടാവും. 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറഞ്ഞ, 100 അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ 100 കുതിരകളെ എല്ലാവിധ യുദ്ധസന്നാഹങ്ങളോട് കൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതിന്റെ പ്രതിഫലം ഉണ്ടാവുന്നതാണ്. 100 അല്ലാഹു അക്ബർ പറഞ്ഞാൽ 100 ഒട്ടകങ്ങളെ അറുത്ത് അതിന്റെ മാംസം വിതരണം ചെയ്തതിന്റെ പ്രതിഫലം ഉണ്ടാവും എന്ന് പറഞ്ഞു ഉമ്മു ഹനി റളിയല്ലാഹു അൻഹയോട്. അപ്പൊ ആകെ 100 പ്രാവശ്യം ചെല്ലേണ്ടേ ഉള്ളൂ. 100 ഒട്ടകം, ഒരൊട്ടകനെ അറക്കാൻ നമ്മളോട് ഇപ്പൊ ഡെയിലി 100 ഒട്ടകം അറുത്ത് കൊടുത്തതിന്റെ കൂലിട്ട് തന്നെ അതിനത്ര വലിയ സമയമുണ്ടോ? 100 അല്ലാഹു അക്ബർ ഓർമ്മയോട് കൂടി പറയാൻ ആകെ എത്ര മിനിറ്റ് വേണ്ടി വരും? പക്ഷെ നമുക്ക് കഴിയില്ല. ഇത് നമുക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, ശൈത്താൻ നമ്മളെ എന്ത് ചെയ്യൂല. കാരണം നമുക്ക് ഭാരിച്ച നന്മകൾ കിട്ടുന്നത് ആർക്കും ഇഷ്ടമില്ല? ശൈത്താൻ ഇഷ്ടമില്ല. അതുകൊണ്ട് വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. പിന്നെ ഹുവല്ലദി അവനാണ് യുസല്ലി അലൈക്കും നിങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയും. ആര്? അല്ലാഹു. പിന്നെ വമലായികത്തു അല്ലാഹുവിന്റെ മലക്കുകളും എന്ത് ചെയ്യും? അനുഗ്രഹം ചൊരിയും. അള്ളാഹുവിന്റെ അനുഗ്രഹം എന്താണ്? അള്ളാഹു അനുഗ്രഹം ചൊരിയാന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അവന്റെ അനുഗ്രഹം എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ട്, അതവൻ ചൊരിഞ്ഞുകൊണ്ടിരിക്കാൻ. അപ്പൊ മലായിക്കത്തു മലക്കുകളുടെ അനുഗ്രഹം എന്താ? മലക്കുകളുടെ അനുഗ്രഹം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ റഹംഹു അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ റഹംഹു എന്ന് പറഞ്ഞ മലക്കുകൾ എന്ത് ചെയ്യും? ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരാൾ നിസ്കാരത്തിനെ വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം അവന് വേണ്ടി മലക്കുകൾ എന്ത് ചെയ്യും? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഹദീസിലുള്ളതാണ്. ഒരാൾ രോഗിനെ കാണാൻ വേണ്ടി പോയി, രാവിലെ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ എന്ത് ചെയ്യും? അവനുവേണ്ടി ദുആ ചെയ്യും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹ്മഹു. അപ്പൊ സത്യത്തിൽ മലക്കുകളുടെ സലാത്ത് അതാണ്. ഹുവല്ലദി അവനാണ് യുസല്ലി അലൈക്കും നിങ്ങളുടെ മേൽ എന്ത് ചെയ്യുന്നത്? അനുഗ്രഹം വർഷിക്കുന്നത്. വമലായികത്തുഹു അവന്റെ മലക്കുകളും ലിയുഖ്രിജകും മിനൽ-ളുലുമാതി ഇലൻ-നൂർ ഇരുളുകളിൽ നിന്ന് നിങ്ങളെ പ്രകാശത്തിലേക്ക് പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട്. ഇരുളുകളിൽ നിന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനോട് എതിര് ചെയ്യൽ എന്താണ്? ദുൽമാണ്, അക്രമാണ്. ഇരുളും അക്രമം എന്താണ്? ഇരുളാണ്. ആണോ അല്ലേ? തിന്മ ഇരുളാണ്, നന്മ പ്രകാശാണ്. ഇത് മനുഷ്യർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ആ പ്രയോഗം അള്ളാഹു പ്രയോഗിക്കുന്നത്. ഏത്? ഈ ഇരുട്ടിനോട് ആർക്കും എന്തുണ്ടാവില്ല. ഇരുട്ടിനെ വെളിച്ചാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെനക്കെട്ടുകൊണ്ടിരിക്കുന്നത്. ലിയുഖ്രിജകും മിനൽ-ളുലുമാത് നിങ്ങളെ അക്രമങ്ങളിൽ നിന്ന്, ഇരുളുകളിൽ നിന്ന് പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട്. എവിടേക്ക്? ഇലൻ-നൂർ പ്രകാശത്തിലേക്ക്. അപ്പം നമ്മള് സത്യത്തിൽ അള്ളാഹു അവന്റെ മലക്കുകൾ നമ്മളുടെ മേൽ അനുഗ്രഹം ചൊരിയാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഇരുളുകളിൽ നിന്ന് എന്താവണം? പാപങ്ങൾ ഇരുളാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം വലിയ അക്രമാണ്. പാപങ്ങൾ ഇരുളാണ്. ആ ഇരുളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അപ്പൊ മലക്കുകളാണ് സത്യത്തിൽ നമ്മളെ തിന്മകളിൽ നിന്നൊക്കെ എന്താകുന്നത്? സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പിന്നാലെ പണിയെടുക്കുന്നത് ആരാണ്? നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി വിചാരിച്ചു, പിന്നെ നമ്മൾ ചെയ്യണോ പോണോ അങ്ങനെ തോന്നൂലേ? എങ്ങനെ വേണ്ടല്ലേ? എന്നാ അങ്ങനോട് ഒഴിവാക്കലുണ്ട്. ഏത്? ഒരു പണി കൊടുക്കണം എന്നൊക്കെ ഒരുത്തന് വിചാരിച്ച് എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണ്ട എന്നൊക്കെ അതൊക്കെ തിരിച്ചു വിടുകയാണ്. ആര്? അതാണ് ഹുവല്ലദി യുസല്ലി അലൈക്കും വമലായികത്തുഹു ലിയുഖ്രിജകും മിനൽ-ളുലുമാതി ഇലൻ-നൂർ വകാന ബിൽ മുഅ്മിനീന റഹീമ മുഅ്മിനീങ്ങളോട് എന്താണ്? കരുണ കാണിക്കാൻ. റഹീം എന്ന് പറഞ്ഞാൽ എന്താ? കരുണ. റഹ്മാൻ എന്ന് പറഞ്ഞാലോ? അവൻ കരുണ. മനസ്സിലായില്ലേ? ആ റഹ്മാന് സാധാരണ പഴയ കാലത്ത് ഉസ്താമാർ അർത്ഥം വെക്കലുണ്ട്. എന്ത്? ദുനിയാവിൽ വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഒരുപോലെ പറഞ്ഞ ഒരേ അളവിൽ ഒരുപോലെ പറഞ്ഞ ഓനക്ക് 100 ഉറുപ്പിക ബെന് 100 ഉറുപ്പിക അങ്ങനെ അല്ല. ആ അളവല്ല അത്. ഒരുപോലെനോട് ഉദ്ദേശിച്ച് വഴിപ്പെട്ടവന് കുറച്ചൊരു പരിഗണന, വഴിപ്പെടാത്തവന് ഒരു അവഗണന ഇല്ല. അത് വഴിപ്പെട്ടു എന്നതിന്റെ പേരിൽ ഓന് പ്രത്യേകിച്ച് പരിഗണന ഒന്നും കൊടുക്കാതെ എന്ത് ചെയ്യാ?
അവിടെയാണ് നമ്മളെ തെറ്റിദ്ധാരണ ഉള്ളത്. നമ്മള് സുജൂദും ഇതൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ടും അള്ളാഹ് നമ്മളെന്ത് ചെയ്യില്ല, ഓൽക്കന്നെ എപ്പോഴും എന്താക്കണത്, എയില പോയാലും ജയിക്കണ ആരാണ്, ഓലെന്നെയാണ് എന്നൊക്കെ നമുക്ക് തോന്നണതിന്റെ കാരണം ഇതാണ്. അള്ളാഹ്ക്ക് റഹ്മാനാണോ എവിടെ? ഭൂമിയിൽ. നിങ്ങൾക്ക് സ്പെഷ്യൽ പരിഗണന വേണമെങ്കിൽ റഹീമാണ്. അതെവിടെയാണ്? ആഖിറത്തിൽ. കല്യാണത്തിന് ഇപ്പൊ എല്ലാവരും വന്നാൽ എന്താ ഉണ്ടാകുക? ചോറും ബിരിയാണിയും ഇറച്ചി തന്നെ ഉണ്ടാവുള്ളൂ. ആണോ അല്ലേ വൈ? ആണോ അല്ലേ? അപ്പൊ ഒന്ന് പരിഗണിച്ച് ഇരുത്തുന്നൊക്കെ അല്ലാണ്ട് എന്തുണ്ടാവില്ല, കഴിച്ചോന്നൊക്കെ ചോദിക്കുക. അങ്ങനൊക്കെ അല്ലേ ഇപ്പൊ കല്യാണത്തിന് എന്താക്കാൻ പറ്റുള്ളൂ? എല്ലാവർക്കും ഒരേമാതിരി കൊടുക്കുക. അത് കല്യാണം വിളിച്ചാതെ വന്നവനുണ്ടാവും ചിലപ്പം. ഏത് ഇവിടെ എന്താ ആൾക്കൂട്ടം, എന്നാ ചോർന്ന് പോവാന്ന് വിചാരിച്ച ഓർക്കും ഇതേമായിരിക്കും. ഏത് അതുണ്ടാവും. പക്ഷേ സൽക്കാരത്തിന് വരുമ്പോഴാണ് എന്തുണ്ടാകുക? സൽക്കാരത്തിന് വരുമ്പോ ഓൽക്ക് പരിഗണന ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇതേപോലെ ആഖിറത്തിലെത്തിയാൽ പിന്നെ ആരെ പരിഗണിക്കൂല? പിന്നെ വഴിപ്പെട്ടവരെ വേറെയാണ്, വഴിപ്പെടാത്തവരെ വേറെയാണ്. അതാണ് വംതാദുൽ യൗമ ഒക്കെ വേഗം വേർതിരിച്ച് മാറ്റിയെടുത്തു. പല കൂട്ടത്തിൽ നിന്നിട്ട് ഞാൻ കൂടി എന്ത് ചെയ്യാൻ നിൽക്കണ്ട, എന്താ കണ്ട, വേഗം മാറ്റി നിർത്തുക. അതാണത് ആ പറഞ്ഞത്. ഏത്? വകാന ബിൽ മുഅ്മിനീന റഹീമ. അല്ലാഹു മുഅ്മിനീങ്ങളോട് പ്രത്യേകമായ പരിഗണന ഉണ്ടാവും. എവിടെ? തഹിയ്യത്തുഹും, അവരുടെ അഭിവാദ്യം, യൗമ യൽഖൗനഹു, അവർ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം, സലാം. എന്തായിരിക്കും? സലാം എന്നായിരിക്കും. അവരെ അള്ളാഹിനെ കണ്ടുമുട്ടുമ്പോ അള്ളാഹ് എന്താ പറയാ? സലാം. ആരാ സലാം പറഞ്ഞ്? അള്ളാഹ്. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. എവിടെ പറയണ്ടേ? യാസീനിലുണ്ട്. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. റബ്ബിർ റഹീം, മനസ്സിലായില്ലേ? അവിടെയും എന്താ പറഞ്ഞേ? റഹീം എന്നാണ് പറഞ്ഞേ. കാരുണ്യവാനായ റബ്ബ് അവരോട് എന്ത് പറയും? സലാം പറയും. അതന്നെ മറുപടി പറഞ്ഞത്. തഹിയ്യത്തുഹും യൗമ യൽഖൗനഹു സലാം. അള്ളാഹിനെ കണ്ടുമുട്ടും അല്ലാഹ് സലാം പറയുന്നു. ഔ, ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നിയമത്ത് എന്താണ്? അള്ളാഹിനെ കണ്ടുമുട്ടലാണ്. അള്ളാഹിനെ കണ്ടുമുട്ടലാണ്. അള്ളാഹിനെ കാണാൻ ഭാഗ്യണ്ട. നബിതങ്ങൾ സഹാസൻ തങ്ങൾ ഒരിക്കൽ സഹാബാക്കള് കൂട്ടത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ 14 രാവിലെ ചന്ദ്രൻ ഇങ്ങനെ പൂർണ്ണ പ്രകാശമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നബിതങ്ങൾ സഹാസങ്ങൾ പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്ർ. നിങ്ങളെ റബ്ബിനെതാ ഈ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങളെ റബ്ബിനെ കാണും എന്ന് റസൂലുള്ളാഹി സഹാസങ്ങൾ പറഞ്ഞു. പക്ക കാണും. ആരെ? അള്ളാഹുവിനെ. എവിടെ? സ്വർഗത്തിലേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? വൈ കാണാൻ പറ്റില്ല. ഇവിടെ കാണാൻ പറ്റില്ല. ആരെ? അല്ല. ഇവിടെ കാണാൻ വേണ്ടി ഒരു നബി ചോദിച്ചിരുന്നു. ആര്? മൂസാ നബി. അപ്പൊ അല്ലാഹു തആല എന്ത് പറഞ്ഞു? ഉൻളുർ ഇലൽ ജബൽ, ആ പർവ്വതത്തിലേക്ക് നോക്ക്. ഫൈൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി. അത് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് എന്നെ കാണാം. ഫലമ്മാ തജല്ല റബ്ബു, അല്ലാഹ് അവന്റെ തജല്ലിയാത്ത് ഫുള്ളില്ല, അതിന്റെ ആ ചെറിയ പ്രകാശത്തിന്റെ അല്പം അവിടെ അടിച്ചപ്പത്തിന് എന്തായി? മൂസാ അലൈഹിസ്സലാം വഖറ മൂസ സായിഖ, മൂസാ നബി ബോധം കെട്ട് വീണു. അപ്പൊ ഒരു കാര്യം ഉറപ്പായി. എന്ത്? മൂസാ നബി അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള നബിയാണ്. നബിമാരുടെ കൂട്ടത്തിൽ കുറച്ച് ഒറ്റയടിക്ക് ഒരാളെ ശരിയാക്കിയ ആളാണ്. കപ്പാസിറ്റി ഉള്ള നബിയാണ്. അള്ളാഹിനോട് സംസാരിച്ച നബിയാണ്. അള്ളാഹിട്ട് ഇടപഴകിയ നബിയാണ്. ആര്? എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? മൂസാ നബി മാത്രമാണ് അള്ളാഹിനെ കാണാൻ വേണ്ടി ചോദിച്ചാള്. എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? മൂസാ നബി അള്ളാഹിന്റെ സംസാരം എന്ത് ചെയ്ത് കേട്ടു. സംസാരം കേട്ടാ പിന്നെ എന്ത് പൂതിയാവും? കാണാൻ വേണ്ടി. അതുകൊണ്ടാണ് വെറുതെ എന്ത് ചെയ്യണ്ട സംസാരിക്കണ്ട എന്ന് പറഞ്ഞതും, വെറുതെ എങ്ങനെ കേൾക്കാനും പറയാനൊന്നും എന്ത് ചെയ്യണ്ട. തിരുവനന്തപുരത്ത് നിന്ന് വെറുതെ പോകാൻ വൈദ്യുതി ഇവിടെ ഫോൺ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് പരിചയമായി. അവസാനം തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരും. എന്തിന് വൈ?
സ്ഥിരമായിട്ട് സംസാരിക്കുകയാണ്, കാണാൻ പൂതിയാവും. മൂസാ നബി സംസാരിച്ചു, കാണാൻ പൂതിയായി, ചോദിച്ചു. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, ആ കളി ഇവിടെ ഇല്ല, ഇവിടെ നടക്കൂല, കഴിയില്ല. കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാലും മൂസാ നബിക്ക് എന്താവൂല, അവർ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഞാൻ പർവ്വതത്തേക്ക് നോക്കിക്കോന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആഖിറത്തിൽ എല്ലാവരും ഡെയിലി കാണുന്ന ആൾക്കാരുണ്ടാവും. ആരെ? അല്ലാഹനെ. അല്ലാഹു അക്ബർ. അതാണ് സത്യത്തിൽ സ്വർഗത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. അല്ലാഹനെ കണ്ടുവരുമ്പോ മുഖമൊക്കെ പ്രകാശിച്ച് സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ടാവും. ആഴ്ചയിൽ കാണുന്ന ആളുണ്ടാവും, മാസത്തിൽ കാണുന്ന ആളുണ്ടാവും, വർഷത്തിൽ കാണുന്ന ആളുണ്ടാവും, ജീവിതത്തിൽ ഒരു പ്രാവശ്യം കാണുന്ന ആളുണ്ടാവും, തീരെ കാണാത്ത. അതുകൊണ്ട് അല്ലാഹനെ കാണണം. നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിച്ച് നമുക്കെല്ലാം തന്ന് നമ്മളെ കൊണ്ടെടുക്കുന്ന ഒരു അല്ലാഹ് ഉണ്ടല്ലോ, ഹാർട്ട് മിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉറങ്ങുമ്പോഴും, നമ്മൾ മരത്തുമ്മ കയറുമ്പോഴും, നമ്മളെ വണ്ടി ഓട്ടുമ്പോഴും, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ആ പണി ചെയ്തുകൊണ്ടിരിക്കണ ഒരു പടച്ചോണ്ടല്ലോ, ആ അല്ലാഹനെ കാണണം. അതാണ് പറഞ്ഞത്, തഹിയ്യത്തുഹും യൗമ യൽഖൗനഹു സലാം. അല്ലാഹ് കാണുമ്പോൾ തന്നെ നമ്മളോട് എന്ത് പറയും? സലാം പറയും. അല്ലാഹ് നമ്മളാ കൂട്ടത്തിലാക്കട്ടെ. വഅദ്ദ ലഹും അജ്റൻ കരീമ. അവർക്ക് വേണ്ടി അല്ലാഹ് എന്താക്കിയിട്ടുണ്ട്? വഅദ്ദ ലഹും, അല്ലാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് അജ്റൻ കരീമ, മാന്യമായ പ്രതിഫലം. അജ്റൻ കരീമ, മാന്യമായ പ്രതിഫലം. മാന്യനായ ഒരാൾ കൊടുക്കുന്ന പ്രതിഫലം എന്തായിരിക്കും? മാന്യമായിരിക്കും. മാന്യൻ കൊടുക്കുന്ന പ്രതിഫലം മാന്യമായിരിക്കും. അതാണ് അജ്റൻ കരീമ. പിന്നെ യാ അയ്യുഹൻ നബിയ്യു, ഏ നബിയെ, ഇന്നാ അർസൽനാക, നിശ്ചയമായും അങ്ങയെ നാം അയച്ചിട്ടുണ്ട്. എങ്ങനെ? ഷാഹിദൻ, സാക്ഷിയായിട്ടാണ്. വ മുബശ്ശിറൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവനായി. വ നദീറ, താക്കീതുകാരനായിട്ട്. നബി തങ്ങൾ സഹാസങ്ങൾ സാക്ഷിയാണ്, ഷാഹിദാണ്. പിന്നെ മുബശ്ശിറാൻ, സന്തോഷവാർത്ത അറിയിക്കാൻ. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവും, സ്വർഗത്തിന് അതുണ്ടാവും, ഇതുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ബഷാറത്ത് നൽകുക. വനദീറ, താക്കീത് നൽകുക. ഈ താക്കീത് നൽകുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മളെ മലയാളാർത്ഥത്തിനൊരു താക്കീതുണ്ട്, അങ്ങനെ താക്കീത് ചെയ്യാണെന്നൊക്കെ പറഞ്ഞു. ശരിക്കും നദീറിന്റെ അർത്ഥം അങ്ങനത്തെ താക്കീതല്ല. എങ്ങനെങ്കിലും അതിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നബിതങ്ങൾ ശാസ്ത്രം തങ്ങളുടെ പരിശ്രമത്തിനാണ് നദീർ എന്ന് പറഞ്ഞത്. ഉദാഹരണത്തിന്, എനിക്ക് വ്യഭിചരിക്കണം എന്ന് പറഞ്ഞ ഒരാളോട് നബിതങ്ങൾ ശാസ്ത്രം തങ്ങൾ എങ്ങനെയാണ് അയാളെ മാറ്റിയത്? നിനക്ക് ഉമ്മല്ലേ, നിന്റെ ഉമ്മനെ കൂടെ ആരെങ്കിലും ആ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നിന്റെ സഹോദരന്റെ കൂട്ടത്തിൽ, നിന്റെ മകളെ കൂട്ടത്തിൽ എന്നൊക്കെ ചോദിച്ചിട്ട് തങ്ങൾ അതിനെ മാറ്റിയെടുത്തു. അതിന്റെ പേരാണെന്ത്? നമ്മളുള്ള ഈ കർശന നിലപാടിലുള്ള വാക്കല്ല എന്ത്? നബിതങ്ങൾ ശാസ്ത്രങ്ങൾ നദീറാണ് എന്ന് പറഞ്ഞത്. നമ്മളെ മലയാളത്തിൽ താക്കീത് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നാ താക്കീത് ചെയ്ത് വിടുകയാണ് എന്നൊക്കെ പറയില്ലേ? ആ താക്കീതല്ല സത്യത്തിൽ. അവരെ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർ ഏർപ്പെട്ടിരിക്കുന്ന ദുഷ്ടരീതിയിൽ നിന്ന് അവരെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു മയമായ പെരുമാറ്റമാണ് സത്യത്തിൽ എന്ത്? നദീറിന്. അള്ളാഹുവിലേക്ക് വിളിക്കുന്ന ആളുമായിട്ട്, ബിഇദ്നിഹി, അവന്റെ അനുവാദ പ്രകാരം. ആരെ? അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. വസിറാജം മുനീറ, സിറാജ് എന്ന് പറഞ്ഞാൽ വിളക്ക്, മുനീർ പ്രകാശിക്കുന്ന വിളക്കായിട്ടാണ് ആരയച്ചത്? റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ സാഹചര്യം വിളക്ക് കത്തിച്ചാൽ അവിടുന്ന് എന്തു പോവും? ഇരുട്ട് പോവും. സിറാജം മുനീറിന് വ്യക്തമായ വാക്കർത്ഥത്തിലും നബിതങ്ങൾ സാഹചര്യം തങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. കാരണം ഇരുട്ടുള്ളൊരു മുറിക്ക് നബിതങ്ങൾ സാഹചര്യങ്ങൾ വന്നാൽ എന്തുണ്ടാവുമായിരുന്നു? പ്രകാശം ഉണ്ടാവും. മറ്റേ അർത്ഥത്തിലും എന്താണ്? അക്രമപരമായ ഇരുളുകള്, നേരത്തെ നമ്മൾ പറഞ്ഞ ലിയുഖ്രിജകും മിനൽ ദുലുമാത്തി ഇലന്നൂർ എന്ന് പറഞ്ഞാൽ അതിലും തങ്ങൾ മുനീറാണ്. എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ സല്ലല്ലാഹു തങ്ങളുടെ സഹവാസം കാരണമായിട്ടാണ് മനുഷ്യര് എന്തായത്? വെളിച്ചത്തിലേക്ക് വന്നത്. തങ്ങളുടെ ആ വെളിച്ചത്തിൽ നിന്ന് തിരി കൊളുത്തിയവരാണ് ആര്? സഹാബാക്കൾ. അവര് ലോകത്തിന്റെ എല്ലാ ഭാഗത്ത് പോയപ്പോൾ എന്തുണ്ടായി? പ്രകാശം. നമ്മളൊറ്റക്ക് ആലോചിച്ച് നോക്കിയാൽ മതി.
നമ്മൾ എത്ര മുസ്ലിമീങ്ങളുണ്ട് മലപ്പുറം ജില്ലയിൽ? നമ്മളുടെ ആ സഹാബാക്കളിൽ ഉണ്ടായിരുന്ന ഗുണങ്ങാനും നമ്മളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ജില്ലയിൽ ജില്ല എടുക്കുക, നമ്മൾ വേറെ ഒന്നും എടുക്കണ്ട, ഈ ജില്ലയിൽ വേറെ ആരും ഉണ്ടാവൂല. എന്നുവെച്ചാൽ അത്ര ആൾക്കാർ നമ്മളുണ്ട്. പക്ഷെ നമ്മളിൽ എന്തില്ല? സഹാബാക്കൾ 5 ആള് 6 ആള് 8 ആള് 10 ആളൊക്കെയാണ് എന്ത് ചെയ്യല്? ഓരോ സ്ഥലത്തേക്ക് പോയാല്. കേരളത്തേക്ക് വന്നു എത്ര ആള്? 12 ആൾക്കാർ. നിങ്ങൾ ആലോചിക്കുക, ഒരു 12 ആൾക്കാർ കേരളത്തിൽ വന്നാ കേരളത്തിന്റെ അന്നത്തെ കഥ എന്താ? നിങ്ങൾ പറയും. ഏതൊക്കെ അള്ളാന്ന് പറഞ്ഞാലും കൂടി അറിയാത്ത മനുഷ്യന്മാരുടെ ഇടയിൽക്കാണ് ഇവര് വന്നത്. 12 ആൾക്കാർ. ഓൽക്ക് ഭാഷ അറിയില്ല, ബലഭാഷ ബൽക്കും അറിയില്ല. അങ്ങനെ ഭാഷ അറിയാത്ത കുറച്ച് 12 ആൾക്കാർ ഒരു നാട്ടിൽ വന്നിട്ട് ഓല അള്ളാഹുൽ വിശ്വസിക്കുകയും ഓർക്ക് ഓരോ മക്കളെയും പെമ്മക്കളെയൊക്കെ കെട്ടിച്ചു കൊടുക്കുകയും ഓർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഓലാരായിരിക്കും? ഓലാരായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഓരോ അത്ര അഖ്ലാഖ് ഉണ്ടാവും, അത്ര ക്വാളിറ്റി ഉണ്ടാവും, അത്ര ക്വാളിറ്റി, അത്ര അഖ്ലാഖ്. ഈ അഖ്ലാഖ് എന്ന് പറഞ്ഞ സാധനം വേറെ സാധനമാണ്. നമ്മളിൽ ശരിക്കില്ല, നമ്മളെല്ലാം ശരിക്കില്ല. അഖ്ലാഖ് വലിയ അഖ്ലാഖാണ്. ഞങ്ങൾ ഈ യാത്രയിൽ വിയറ്റ്നാമിൽ ഇറങ്ങിയിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ കുറച്ച് ഒരു പ്രദേശത്തൂടെ ഉൾഗ്രാമത്തില്, നമ്മളെ നാട്ടിന്റെ ഗ്രാമം പോലത്തെ ഗ്രാമങ്ങളാണ്. അത് ഗ്രാമത്തിൽ ഇങ്ങനെ പോയി, അങ്ങനെ ഒരു ദ്വീപ് മാതിരിയുള്ള സ്ഥലങ്ങളാണ് അത്. അപ്പൊ വെറുതെ കുറച്ചുകൂടി ആയിട്ട് ഓട്ടിയാല്, മാപ്പിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി ഓട്ടിയാൽ അത് എൻഡ് ആവും. അപ്പൊ ഏതെല്ലാം എൻഡ് വരെ പോവാന്ന് പറഞ്ഞേ. അപ്പൊ ഒരു 1.5 കിലോമീറ്റർ പോയാൽ ആ എൻഡ് ആവും. ആ എൻഡെത്തിയപ്പം പിന്നെ ഇങ്ങനെ കടലും പുഴയും ചേരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മളിങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ തിരിഞ്ഞ അപ്പുറം നിറച്ചു തെങ്ങുകളാണല്ലോ. തെങ്ങ്, നമ്മൾ വിചാരിക്കും തെങ്ങ് മുഴുവൻ കേരളത്തിലാണെന്ന്. ഫുള്ള് തെങ്ങ് അവിടെയാണ് തെങ്ങ്. വിയറ്റ്നാമിൽ കണ്ടമാൻ തെങ്ങുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഇങ്ങനെ പോയപ്പം അവിടെ തോട്ടത്തിലൊരു നായുണ്ട്. ഒരു പറമ്പാണ്, അതിന്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. അപ്പൊ അതിന്റെ സൈഡിലേക്ക് പോയാച്ച് നോക്കുമ്പോൾ അവിടെ ഒരു നായുണ്ട്. അപ്പൊ നമ്മൾ ഇനി വെറുതെ വണ്ടിയും പേലും പൈസ കൊടുത്ത് വാങ്ങണ്ട പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ പോന്നു. ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ അവിടെ വലിയൊരു ബിൽഡിങ്ങിന്റെ വർക്ക് എടുക്കുന്നുണ്ട്. അവിടെ പണിക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോയാൽ ആ പുഴ, കടല്, അവിടെ ഒരു പിന്നെ കപ്പല്, കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വെറുതെ അവിടെ പോയി ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ പറമ്പൊക്കെ കോമ്പൗണ്ടിക്ക് കയറിയ കോമ്പൗണ്ട് വാളാണ് സത്യത്തിൽ. അവിടെ പണിക്കാരുണ്ട്. ഞങ്ങളിങ്ങനെ കയറി ഒരു പണി മതിയാക്കി ഇങ്ങനെ ഇറങ്ങുന്ന സമയം വൈകുന്നേരം ഞങ്ങളിങ്ങനെ വന്നു. അപ്പൊ അവിടുന്ന് ഒരു കറുത്ത നായി ഞങ്ങൾ നേരിക്കും ഇങ്ങനെ. അപ്പോ ആ നായിനെ ഓരോ പോറ്റുന്ന നായി ആയതുകൊണ്ട് ഓല് പറഞ്ഞ പാടെ നിന്നായി. നമ്മളൊന്നും ചോദിച്ചില്ല. ഒരാളിങ്ങനെ മുന്നേക്ക് പോകുന്നുണ്ട്, വേറൊരാളും അതിന്റെ ബാക്കിൽ പോകുന്നുണ്ട്. ഞങ്ങൾ ഓലോട് ഇവിടെ കാണാൻ പറ്റുമോ, ഇവിടെ കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഇരിക്കാണ്. ഓല ഒന്നും മെയിലാക്കില്ല. ഓലോട് പോയി 2 ആളാണ് മുന്നേക്ക് പോയിന്. ഞങ്ങളാ പോണ ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോയി. അപ്പൊ അവിടെ ഇങ്ങനെ ഇതുണ്ട്, ചെറിയ വേലി കെട്ടിയതാണ് ഈ ഇതുകൊണ്ട്, ഗ്രില്ലുകൊണ്ട്. അവിടെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഈ 2ാമത്തെ ആളിങ്ങനെ കൊണ്ടുവന്ന് സ്ട്രോ തന്നു നമ്മളില്. അപ്പൊ എന്താന്ന് നമുക്ക് മനസ്സിലായില്ല. ഒരിക്കലും ഇംഗ്ലീഷും അറിയില്ല. ആ ഭാഷ ഒരു ഓരോ പിന്നെ വിയറ്റ്നാമി ഭാഷ അറിയുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ഈ ആദ്യം പോയോന് പിന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ ഗേറ്റ് വന്നുതരാൻ വേണ്ടി പോവാണ്, ആ പുഴയൊക്കെ ഇറങ്ങാനുള്ളതെന്ന് ആണ് നമ്മളെ കൂടെ ഉള്ള ആള് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ആ ഗേറ്റിന്റെ അവിടെ നിന്ന് ലോങ് കട്ടാ പോയത്. അപ്പൊ എന്താ ചെയ്ത പറഞ്ഞാൽ പോയി ഇളനീൻ പറിച്ചിട്ട് ഞമ്മക്ക് വെട്ടി തന്ന്, മരത്തുമെന്ന് പറിച്ചിട്ട് വെട്ടി തന്ന് സ്ട്രോട്ട് തന്നു. ഒരക്ഷരം മിണ്ടിയില്ല നമ്മളോട്. നിങ്ങൾ എവിടുന്നാണ്, എന്താണ്, നിങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. മുണ്ടാതെ അങ്ങനെ പോയിട്ട് നമ്മൾ എന്താ പോലും ചെയ്യുന്നറിയില്ല. ആ നായിനവിടെ പിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ കയറിയോണ്ട് എന്തില്ല, കുഴപ്പമില്ല എന്ന് മാത്രം, അതിന് മാത്രം മനസ്സിലായത്. അത് ഇതാക്കി തന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളിങ്ങനെ പറഞ്ഞു, നമ്മളെ നാട്ടുകാർ പഴയ ചെയ്ത പണിയാണിത് എന്ന്. ഏത് ഇളനീൻ കൊടുത്തു. അപ്പു എന്ന് പറഞ്ഞ ഒരാളാണ് എന്ത് ചെയ്തത്, ഇളനീൻ കൊടുത്തിരുന്നത്. അപ്പു എന്ന് പറഞ്ഞ. അപ്പൊ അയാളോട് ഈ മാലിക് മിനാറിന്റെ സംഘത്തിൽപ്പെട്ട ആൾക്കാർ ചോദിച്ചു, ഇത് എന്താണ്, ഇത് ഹലാൽ തന്നെയാണോ, ഇത് നമുക്ക് കുടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറ്റുന്നൊക്കെ പറഞ്ഞപ്പം ഒരെന്ത് ചെയ്താണ്, ആ ചോദ്യം അപ്പൂല് മാറ്റണ്ടാക്കി. ആ ചോദ്യം എന്തായി,
പറയുകയായി അപ്പൂല് മാറ്റം ഉണ്ടാക്കി, ഇസ്ലാമിന്റെ സൗന്ദര്യം ഒരു മനസ്സിലാക്കി. മനസ്സിലായോ? അപ്പോ ആ മനുഷ്യന്മാരുടെ കളർ എങ്ങനെ പറഞ്ഞാല് ഞമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടി ബീട്രൂട്ട് മാതിരിയാണ്. ബീട്രൂട്ട് കറിയിട്ടാൽ എന്താ ഉണ്ടാകുക? തേങ്ങന്റെ കളറൊന്നും ഒക്കെ കവർ ചെയ്തു പോകും. ആര്? ഇതേപോലെ സഹാബാക്കൾ ഒരു നാട്ടിലോട്ട് ഇറക്കിയാല് ആ കളർ എന്താവും? ചില തുണിണ്ടല്ലോ നമ്മള് അത് അലക്കാനിട്ടാല് ഫുള്ള് കവർ ചെയ്യില്ല, വെള്ളനെയും ബാക്കിയുള്ളതിനും ഒക്കെ പിടിച്ച് അടക്കണ കളറുകൾ ഉണ്ടാവും. കളർ ഇളകുക എന്ന് പറയും. ഇതേപോലെ സഹാബാക്കളെ കളർ ഇങ്ങനെ ഇളകും. ഒരു നാട്ടിലായിട്ട് ചെന്നാൽ 12 ചെന്നാൽ മതി, ആ നാട് മൊത്തം കബൂലാവും. ഓരോ രാജ്യങ്ങൾ കബൂലാവും. ഈജിപ്ത് ഒരിക്കലും അറബ് രാജ്യമല്ല, മിസ്ർ, ഈജിപ്ത്. പക്ഷെ ഇപ്പൊ അവിടുത്തെ ഭാഷ ഏതാണ്? നമ്മൾ അറബികളെ കൂട്ടത്തിലാണ് ആരെ കൂട്ടുന്നത്? മിസ്ർ കൂട്ടുന്നത്. മിസ്രികൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പക്ഷെ എന്തായത് പറഞ്ഞാൽ സഹാബാക്കളുടെ സംഘം അവിടെ പോയി അവരെ ഭാഷ ഏറ്റെടുത്തു. ആര്? അതുകൊണ്ട് കളറുള്ള ആൾക്കാർ ഒരു രാജ്യത്തിന് ഒരു സ്ഥലത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മഖാം അംർ ബിൻ ആസ് എന്ന് എഴുതിയിട്ടുണ്ട്. അംർ ബിൻ ആസ് റളിയല്ലാഹുവിന്റെ മഖാമുണ്ട്. എവിടെ പോയി? മിസ്റില്. നിങ്ങൾ പോയിണ്ടാവില്ല അല്ലേ? മിനിയൂട്ടിയിലായി എഴുതിച്ചില്ല പോയി. സിംലയിലും പിന്നെ അവിടെ ഒന്നും ഉണ്ടാവില്ലേ. അപ്പൊ ഞാൻ മഖാം അംർ ബിൻ ആസ് എഴുതിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് ആ ഇൽമുട്ടി ഏതെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ ഖബറ് മിസ്റിലല്ല, അദ്ദേഹം ഫാത്തിഹ മിസ്റാണ്. മിസ്റിനെ കീഴടക്കിയ ആളാണ്, ഫതഹാക്കിയ ആളാണ് ആര്? അംർ ബിൻ ആസ്. അപ്പൊ അദ്ദേഹത്തിന്റെ മഖാം എന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ പഠിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലായത് ഈ മഖാം എന്ന് പറഞ്ഞത് ഓരിങ്ങനെ ഇരുന്ന് അങ്ങനത്തെ സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ, ആ സ്ഥലത്തിനാണ് എന്ത് പറയുന്നത്? മഖാം എന്ന് പറഞ്ഞത്. ആ സ്ഥലം ഒരു ഇരുന്നിരുന്ന ഒരു ഉപയോഗിച്ചിരുന്ന ആ സ്ഥലം എന്നുള്ള അർത്ഥത്തിൽ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, മിസ്രിൽ നിന്നൊക്കെ ചെയ്യുന്നതിന്റെ കൂലി ആർക്കാണ്? അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് സഹാബാക്കൾ ഒരു കുറഞ്ഞ സഹാബാക്കൾ എവിടെങ്കിലും പോയാൽ മതി, അവിടെ അതിന്റെ കളർ ഉണ്ടാവും, അതിനവിടെ കളർ ഉണ്ടാവും. മനസ്സിലായില്ലേ? സഹാബാക്കൾ ഇവിടെ വന്നു, ഓരോ എഴുന്നീ കൊടുത്തവനോടും ബാക്കി കൊടുത്തവനോടൊക്കെ എന്തായി? പഴയ കാലത്ത് നമ്മളെ നാട്ടിലൊക്കെ സ്വീകരിക്കാൻ വേണ്ടി കൊടുക്കുന്ന സാധനം എന്തായിരുന്നു? എൽനീഞ്ഞ്. അവിടെ എങ്ങനെ ഉണ്ടാവുമല്ലോ. ആജറള്ളിൽ ഒരാൾ എൽനിക്കണ ആളുണ്ട്, അപ്പു. ആജറള്ളിൽ പറഞ്ഞാൽ ഇവിടെ പാലല്ലേ, ആ പാലത്തിന്റെ അവിടെ ഇടക്ക് എൽനി കൊണ്ട് കേൾക്കലുണ്ട്. ഒരു അപ്പൂന്ന് അറിയാം ഞങ്ങൾക്ക്? തേങ്ങ കളിച്ചാൻ പോകുന്ന വയസ്സായിനി. ഞാൻ ഒരു ദിവസം അവിടെ തേങ്ങ കളിച്ച് പേരെന്താ ചോദിച്ചു, അപ്പു പറഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മളൊരു അപ്പൂന്റെ കഥ പറഞ്ഞുതരാറിന് ഞാൻ. ഒരപ്പൂന്റെ കഥ പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളേതായാലും ലായിലുള്ളത് ഇല്ലാലി എന്നൊക്കെ പറഞ്ഞു. ലായിലുള്ളത് ഇല്ലീനോ ഏതായാലും. മനസ്സിലായില്ലേ? പ്രായന്. അപ്പൊ ഞാൻ പറഞ്ഞെന്താണ്, മുസ്ലിമീങ്ങളിൽ അത്ര ഗുണങ്ങൾ ഉണ്ടായിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിറാജൻ മുനീറായി. ഈ അയിന്ന് വിളക്ക് കൊളുത്തിയ ആൾക്കാരാണ് ആര്? സഹാബാക്കൾ. മൗലാന യൂസുഫ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയായിരുന്നു, സൂരജ് ബൻകർ നിഖലോ, സൂര്യനെ പോലെ നിങ്ങൾ പുറപ്പെട്ടോളി. സൂര്യന്റെ പ്രത്യേകത എന്താ? ആരോട് കച്ചറ ഉണ്ടാക്കില്ല, ഇരുട്ട് പോകാൻ വേണ്ടി അടി ഉണ്ടാക്കില്ല, ഒന്നും ചെയ്യില്ല. സൂര്യനാട് വരികയാണ്, അപ്പൊ ആര് പോവാണ്? ഇരുട്ടാട് പോവാണ്. ഒരാളിഞ്ഞ് പറയാണ് ഇതിൽ ഇങ്ങോട്ട് വെളിച്ചം കേറി തന്നെ വേണ്ട വിചാരിച്ച് വാതിലൊക്കെ അടച്ചാലും അതിന്റെ ആ ചെറിയ ഇടന്റെ ഉള്ളിൽ കൂടി ആര് വരും? സൂര്യന്റെ വരും. ഇതേപോലെ മുഅ്മിനീങ്ങൾ സൂര്യനെ പോലെ എന്ത് ചെയ്യണം? നടക്കണം. നമ്മളെ കാണുന്നവർക്കൊക്കെ എന്തുണ്ടാണോ? വെളിച്ചം ഉണ്ടാവണം. പക്ഷെ ഇന്ന് അള്ളാഹ് നമുക്ക് മാപ്പാക്കി തരട്ടെ, നമ്മളേലെ അഖ്ലാക്ക് തീരല്ലാതായി. ആ മനുഷ്യന്മാര് ഞാനിങ്ങനെ ആ വിയറ്റ്നാമിൽ നിന്ന് ഐറ്റങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക, ഒരു 5-10 ആൾക്കാരുണ്ട്. എന്തോ ഒരു സ്നേഹം നമ്മളോട്. നമ്മള് ആകെയുള്ള ഓല് കണ്ടത് എന്താണ്? തൊപ്പി, താടി, ആ നാട്ടിലില്ലാത്തൊരു വസ്ത്രം ധരിച്ച ആൾക്കാർ. അതിന്ന് ഓല് മനസ്സിലാക്കി ഇവർ വിദേശികളാണ്, ഇവർ നല്ല ആൾക്കാരാണ്. എന്തോ ഒരു സ്നേഹം എന്നറിയോ? അപ്പൊ ആ 10-12 ആൾക്കാരുടെ ഒരു വാർപ്പിന്റെ പടവിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഷെഡ് കെട്ടി അവിടെ തന്നെ നിൽക്കണം. ഓരോ കോഴിയും ഓരോ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നിട്ട് അവിടെ ഉണ്ടാക്കിയ കുറച്ച് സാധനമൊക്കെ തിന്ന് നമുക്ക്. ഏത് ഓലുണ്ടാക്കിയ ഈ
ഈ നമ്മളെ ഇലയിൽ പൊതിഞ്ഞ ഒരു സാധനമൊക്കെ പുഴുങ്ങിട്ട് ഒരു സാധനം വേറെ സാധനമൊക്കെ തിന്നും. അവിടെ ബാക്കിയൊക്കെ തിന്നാൻ പറഞ്ഞോ, ഒന്നും അവിടെ തിന്നാൻ പറ്റില്ല. എന്താ അതിന്റെ കഥ അറിയില്ലല്ലോ. ഇത് നമ്മൾ അതൊക്കെ ഓരോട് വേണ്ടെന്ന് പറഞ്ഞു വേണ്ട അവസാനം വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ട് നമ്മള് രണ്ടാൾക്ക് കൊടുത്തു. അപ്പൊ അത് അവിടുത്തെ ഫേമസ് ഫുഡാണല്ലോ. നമ്മൾ കഴിച്ചില്ല, കാരണം എന്താ പറഞ്ഞാൽ എന്താ അതിന്റെ അവസ്ഥ എന്നറിയാത്തോണ്ട് നമ്മൾ ഓരോ നിർബന്ധത്തിന് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ട് പിന്നെ സിറ്റി വന്നപ്പോൾ അവിടെയുള്ള രണ്ടാൾക്കാർക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞാ ഞങ്ങളോട് ഒരു അക്ഷരം പറഞ്ഞാല് എന്ത് മനസ്സിലായില്ല. ഭാഷ ഓൽക്ക് വിയറ്റ്നാമി, നമുക്ക് മലയാളവും ഒന്നും മനസ്സിലായില്ല. ഓലോട് നമ്മളിങ്ങനെ ലായിലായില്ലൊക്കെ പറഞ്ഞു കൊടുത്തു. സംഗതി ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന പോലത്തെ ഓലോട് ധൈര്യത്തിൽ പറയല്ലോ, ഓൽക്ക് മനസ്സിലാവില്ലല്ലോ. ലായിലായില്ല ഫുള്ള് പറഞ്ഞു കൊടുത്തു. എല്ലാരോടും ചെല്ലിച്ചും ചെയ്തു. ഏത് ഞാൻ ഓല് വിചാരിച്ച നമ്മളെ ഭാഷ എന്നിട്ടാണ് എന്ത് ചെയ്തത് ഒരു വിചാരിച്ചിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞത് ഞങ്ങളോട് ഒരു അക്ഷരം മിണ്ടാതെ പോയി അളന്നി പറിച്ചു കൊണ്ടുവന്നു. ഒരക്ഷരം മിണ്ടിയിട്ടില്ല. നമ്മളുടെ പോലെ നിങ്ങൾ എന്താ അങ്ങോട്ട് കയറി, എവിടുന്ന് ഞങ്ങൾ വരുന്നത് എന്താന്നൊക്കെ ചോദ്യമൊക്കെ ചോദിച്ചിട്ട് പിന്നെ ചെയ്യില്ല, ഒന്നും പറയില്ല. ഞങ്ങളിങ്ങനെ വരുന്ന കണ്ടു, രണ്ടാൾക്കാർ അങ്ങോട്ട് പോയി, ബാക്കിയുള്ളവരെ പോലെ ഒരാൾ നായിനും പിടിച്ചു വെച്ച്. ഞങ്ങളവിടെ ഇങ്ങനെ കണ്ടെയ്നറുകൾ ഇങ്ങനെ ബോട്ടിൽ കൊണ്ടുപോണ്ട്, ചെറിയൊരു പോയമായിരല്ലത്, പക്ഷെ ഭയങ്കര ആഴുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത്. വലിയ കണ്ടെയ്നറുകൾ അങ്ങനെ ഷിപ്പിൽ കൊണ്ടുപോയിട്ട് അഴിമുഖാണത്, അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അത് നോക്കിക്കുമ്പോഴാണ് ഇവര് സ്റ്റോക്ക് ആയിട്ട് വന്നിട്ട് തരുന്നത്. ഞാൻ പറഞ്ഞത് ക്വാളിറ്റി അഖ്ലാഖൊക്കെ മനുഷ്യരിലുണ്ട്, നമ്മളിലാണ് സത്യത്തിൽ എന്തില്ലാത്തത്. ഓൽക്കിപ്പോ തെന്ന് വിചാരിച്ചിട്ട് ആഖിറത്തിൽ എന്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നല്ല. നമ്മളാർക്കെങ്കിലും ഒരു ചായ കൊടുത്താല്, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ നമുക്ക് പ്രതിഫലം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അഖ്ലാഖ് ഏറ്റവും വലുതാണ്. ആ പ്രകാശം ഉണ്ടാണ്. നബിതങ്ങൾ സാഹസങ്ങൾ വിളക്കായിരുന്നു, സിറാജൻ മുനീറ. വബശ്ശിരിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കിൻ. ബിഅന്ന ലഹും മിനല്ലാഹി ഫളൻ കബീറ. ബിഅന്ന ലഹും, തീർച്ചയായിട്ടും അവർക്കുണ്ട്, മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന്, ഫളൻ കബീറ, വലിയ ഔദാര്യം, വലിയ ഫളിൽ ഉണ്ട്. ആരടുത്തുനിന്ന്? അള്ളാഹിന്റെ അടുക്കൽ നിന്ന്. വലാ തുതിഇൽ കാഫിരീന, നബിയെ കാഫിരീങ്ങളെ തങ്ങൾ അനുസരിക്കരുത്. വൽ മുനാഫിഖീന, മുനാഫിഖീങ്ങളെയും അനുസരിക്കരുത്. വദാ, തങ്ങൾ വിട്ടേക്കിൻ, അവഗണിച്ചേക്കിൻ, അദാഹും, അവരുടെ ഉപദ്രവങ്ങളെ. കാഫിരീങ്ങളെയും മുനാഫിഖീങ്ങളും ഉപദ്രവങ്ങളെ നിങ്ങൾ എന്ത് ചെയ്തേക്കിൻ? വിട്ടേക്കിൻ, അവഗണിച്ചേക്കിൻ. വതവക്കൽ അലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ എന്ത് ചെയ്തോളീൻ? പരമേൽപ്പിച്ചോളീൻ. വകഫാ ബില്ലാഹി വക്കീല, പരമേൽപ്പിക്കാൻ അല്ലാഹ് മതിയായവനാണ്. മനസ്സിലായില്ലേ? വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളും കാഫിരീങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണ്ട? അനുസരിക്കണ്ട. വദാ അദാഹും, അവരുടെ ഉപദ്രവങ്ങളെ അവഗണിച്ചേക്കിൻ, ആ വിഷയാക്കണ്ട, നിങ്ങൾ വിട്ടേക്കിൻ, ഉപേക്ഷിച്ചേക്കിൻ. വതവക്കൽ അലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്തോളീൻ. വകഫാ ബില്ലാഹി വക്കീല, പരമേൽപ്പിക്കാൻ ഏറ്റവും മതിയായവനാണ് ആര്? അല്ലാഹ്. അല്ലാഹനെ പരമേൽപ്പിച്ചാൽ ആര് മതി? അല്ലാഹ് മതി. ഇത് സത്യത്തിൽ എല്ലാ കാലഘട്ടത്തിലേക്കുള്ള വാക്കാണ്. കാഫിരീങ്ങളും മുനാഫിക്കീങ്ങളും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും? ഉപദ്രവിക്കും, ഇടങ്ങാറാക്കും, ബുദ്ധിമുട്ടാക്കും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തേക്കിൻ? അതിങ്ങനെ ആലോചിച്ച് അതിന്റെ വേക്കിൽ നടന്നിട്ട് എന്താവണ്ട? ഇഞ്ഞോല് വന്നാൽ ഇങ്ങനാവും, ഇഞ്ഞോല് അങ്ങനാവും, ഓല് ഇങ്ങനാവും എന്നൊക്കെ പറഞ്ഞിട്ട് ബേജാറായി നടക്കുക. ബേജാറായുള്ള പ്രശ്നം എന്താ അറിയോ? ഒരമലും ചെയ്യാൻ കഴിയില്ല, പ്രതീക്ഷ നഷ്ടപ്പെടും. ഒക്കെ ഒന്നും വിഷയാക്കണ്ട. തവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ ഏൽപ്പിച്ചാൽ മതി. അല്ലാഹ് ഇവരൊക്കെ മേൽ നിയന്ത്രണമുള്ള ആളാണ്. ആര്? അല്ലാഹു. വഖഫാ ബില്ലാഹി വക്കീല, വരമേൽപ്പിക്കാൻ അല്ലാഹ് മതിയായവനാണെന്ന് അവിടെ വിചാരിക്കലോട് കൂടി നമുക്ക് എന്തായി? ഈ ന്യൂസുകൾ, വാർത്തകളൊക്കെ കേട്ടിട്ട് ഓരോ മനുഷ്യനെന്താകാണ്? അടുത്ത ജന്മത്തിൽ വരാനുള്ള പ്രശ്നത്തിന് വരെ ഇപ്പൊ ടെൻഷൻ അടിച്ചാണ്. ആണോ അല്ലേ വൈ? വെറുതെ ടെൻഷൻ അടിച്ച ഇപ്പൊ ഇങ്ങനായി. ഇനിയിപ്പോ ഓൽക്ക് ഇവിടെ ഊല പിടിച്ചു, ഞാൻ അവിടെ ഊല് പിടിച്ചു, ഇനി വെടിപൂടിയും പിടിച്ച് ഒക്കെ പാടായി. അവസാനം ഉരുളിട്ടിട്ട് മുണുങ്ങുന്നൊക്കെ വിചാരിച്ചായി ആവില്ല ഭായി. നമ്മളെ മേലിൽ ഇതൊക്കെ ആരെന്നതാണോ? അതാണ് അല്ലാഹു തആല പറഞ്ഞത്. വദാ അദാഹും, ഓരോ ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്തേക്കിൻ? അവഗണിച്ചേക്കിൻ. വതവക്കൽ അലല്ലാഹ്, നിങ്ങൾ ആരിൽ വരമേൽപ്പിച്ചോളീൻ. വകഫാ ബില്ലാഹി വക്കീല, വരമേൽപ്പിക്കാൻ മതിയായവനാണ് ആര്? അല്ലാഹു. ബാക്കി കാര്യങ്ങൾ ആരെ ഏറ്റെടുക്കും?
അള്ളാഹു തആല ഏറ്റെടുക്കും. ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നൊന്നും അതിനെന്തില്ല, അർത്ഥമില്ല. നബിതങ്ങൾ സഹാസങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ട് സഹിച്ചു. ദീനിനു വേണ്ടി ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. മുസ്ലിമായി എന്നതിന്റെ പേരിൽ എന്തെല്ലാം ഉപദ്രവം വന്നോ, നമ്മളെ സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ ആരെത്ര പീഡിപ്പിച്ചാലും നമ്മളോട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം അതിനൊക്കെ കമ്പനി എന്തുവരും, അതിന് അള്ളാഹു പ്രതിഫലം. റോഡിനൂടെ സ്ഥലം എന്താ എടുക്കാത്തതെന്ന് ചോദിച്ചു നടക്കാണ്. ആര് ഭായി? പഴയ കാലത്തൊക്കെ റോഡിന് സ്ഥലം എടുക്കാൻ വന്ന കച്ചറാണ്. എന്തിന് തരൂല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ നമ്മളെ ഹൈവേ പോയപ്പോ ഓരോരുത്തർ ഇങ്ങനെ എന്താണ് ഇതെന്താ നിങ്ങൾ ഇതും കൂടി എടുത്തോളി എന്നൊക്കെ പറയാണ്. അതെന്താ പറഞ്ഞ പൈസ അത്ര കിട്ടുന്നതാണ്. ഇതേമാതിരി അള്ളാഹ്ക്ക് വേണ്ടി ബുദ്ധിമുട്ട് സഹിച്ചാൽ അത്ര പ്രതിഫലം കിട്ടും. അതുകൊണ്ട് അവര് കഷ്ടപ്പെടുത്തട്ടെ എന്നാണ് പറയേണ്ടത് ശരിക്ക്. എന്ത് ഓരോ കഷ്ടപ്പെടുത്തണൊക്കെ പെടുത്തട്ടെ, നമ്മൾ ശ്രമിക്കുക, നമ്മൾ സഹിക്കുക, അള്ളാഹ് നമുക്ക് എന്ത് തരും. അതുകൊണ്ട് ആര് ബുദ്ധിമുട്ടാക്കിയാലും ഫിറഔൻ അവന്റെ അടിമ സ്ത്രീ അവിടെ ഒരു മുടിയൊക്കെ നന്നാക്കി കൊടുക്കണേ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിന്റെ മക്കളെ എന്ത് ചെയ്തു, പിടിച്ചു തീയിലിങ്ങനെ ഇട്ടു. അപ്പൊ ചെറിയ കുട്ടീനെട്ട് പറഞ്ഞു, സ്പിരിയ ഉമ്മി, ഉമ്മ നിങ്ങൾ ക്ഷമിച്ചോളീൻ, എന്തുണ്ട്, സ്വർഗണ്ട് എന്ന് പറഞ്ഞു. ഓരോ കുട്ടികളിടുമ്പോൾ ആ സ്ത്രീ ഉറച്ചു നിന്നു. പിന്നെ ആ സ്ത്രീനെ അതിലിട്ട് കൊന്നു. ഒരു ക്ഷമിച്ചു. അത് ഇതേമാതിരിയുള്ള ഒരു അക്രമിയായ രാജാവായിരുന്നു ഫിറഔൻ. അതിന്റെ പേരിൽ അവർക്ക് എന്തായി, അവർക്ക് അള്ളാഹു സ്വർഗം കൊടുത്തു. അവർക്ക് അള്ളാഹു നബിതങ്ങൾ സാധനങ്ങൾ മേറാജിന് പോകുമ്പോൾ ഒരു ഭാഗത്തുനിന്ന് സുഗന്ധം വന്നു. ജിബ്രീൽ അലൈഹിസ്സലാമോട് ചോദിച്ചാൽ പറഞ്ഞു, അതാ ഫിറഔൻ കി ബാന്തി കി ഖബർ സേ ഹേ, ഫിറഔന്റെ ആ അടിമപ്പെണ്ണിന്റെ ഖബറിനുള്ള സുഗന്ധാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കേണ്ട കാര്യം, ആര് നമ്മളെ ഉപദ്രവിച്ചായിരിച്ച് നമ്മളെ കഷ്ടപ്പെടുത്തി നമ്മളെ സാമ്പത്തികമായി തകർത്തു, അന്ന് നമുക്ക് എന്തല്ല നമ്മളൊരു വിഷയാക്കണ്ട. വദഅദാഹും, അവരെ ബുദ്ധിമുട്ടിനൊക്കെ എന്ത് ചെയ്തേക്കിൻ, അവഗണിച്ചേക്കിൻ, ഉപേക്ഷിച്ചേക്കിൻ. വതവക്കൽ അലല്ലാഹ്. ഈ ആഴ്ച നമ്മളിങ്ങനെ പുടിക്കണം, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിലൊക്കെ. കാരണം ആൾക്കാർ ഡെയിലി വാർത്തകളും ആൾക്കാരൊക്കെ എന്ത് ചെയ്യാണ്, നമ്മളെ പേടിപ്പിക്കുക. നമ്മളെന്ത് പേടിപ്പിക്കണം. മലപ്പുറത്തുള്ള ഒരാളുണ്ടായി, നിന്നോട് ഇടയ്ക്ക് പറയും, ഇനി അടുത്ത പ്രാവശ്യം കൂടി കയറിയാൽ ഇനി ഇവിടെ ഇലക്ഷൻ ഉണ്ടാവില്ല, ആകെ കുടുങ്ങും എന്നൊക്കെ പറയും. അദ്ദേഹം മരിച്ചുപോയി. നമ്മളിപ്പോ ഇവിടെ അങ്ങനെ ബീഫൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നു. അതിന് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. എന്ത് അവിടുത്തെ തീരുമാനിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ നടപ്പിലാവാനുള്ളതാണ്. അത് വെച്ചിട്ട് വരാൻ പോണേ ആ മുമ്പ് ഒരാൾ പറഞ്ഞിരുന്നു, ഒരു നായ പോയന്റെ അക്കരെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കുരക്കുണ്ട് പോയന്റെ അക്കരെന്ന്. അപ്പൊ ഇയാൾ മടക്കത്ത് കുത്തി പായാണ്. അപ്പൊ ഈ എവിടുക്ക വെച്ച്, അത് നായ കുരക്കണ്ടായിട്ടില്ല വെച്ച്. നായ കുരക്കണതിന്റെ പായനെ വെച്ച്. അല്ല അത് ഇങ്ങനെ വന്നാലോ വെച്ച്. വേരിലെങ്ങനെ ആയി, ചങ്ങലമലുള്ള പറഞ്ഞു. ചങ്ങല പൊട്ടിയാലോ വെച്ച്. ചങ്ങല പൊട്ടിയാലോ ഒരു പോയല്ലേ, പോയ നീന്തി കിടന്നാലോ വെച്ച്. അപ്പൊ പായ നിൽക്കണ്ടല്ലോ, ഇപ്പം തന്നെ പായാന്ന്. ഈ പാച്ചില ഉമ്മത്തിന്ന് പായിനെ. ഒരു പാച്ചിലിന് ഒരു പേടിന്റെ ആവശ്യമില്ല. ഉഷാറായിട്ട് എന്ത് ചെയ്യാ, നല്ല റാഹത്തായിട്ട് ജീവിക്കുക, നല്ല ഇബാദത്ത് ചെയ്യുക, നല്ല ഭക്ഷണമൊക്കെ കഴിക്കുക, നല്ല റാഹത്തായിട്ട് എന്ത് ചെയ്യുക, ജീവിക്കുക. ടെൻഷൻ ഉണ്ടാവരുത്. വതവക്കൽ അലല്ലാഹ് വകഫാ ബില്ലാഹി വക്കീൽ.